ഒരു 1.5 മണിക്കൂർ നമ്മൾ വചനം കേൾക്കാൻ പോവാ. ഇങ്ങനെ പിടിച്ചിരുത്തി വചനം കേൾപ്പിച്ചുകൊണ്ട് എന്ത് ഗുണമുണ്ട് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് അറിയണമല്ലോ. നമ്മുടെ പിള്ളേർ ചോദിച്ചാൽ പറയണമല്ലോ, എന്തിനാ ഇത്ര 1.5 മണിക്കൂർ വെറുതെ ഇരുന്നിട്ട് എന്നാ കിട്ടിയെന്ന് ചോദിച്ചിട്ട് മറുപടി പറയണമല്ലോ. അപ്പൊ അതിനുവേണ്ടി ആ വാക്യങ്ങളൊന്ന് വായിച്ച് കേൾപ്പിച്ച് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ഉറപ്പിച്ചിട്ട് വചനത്തിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുക. പ്രസംഗത്താൽ എന്ത് സംഭവിക്കും? ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിനകത്താണ് പൗലോസ് 2 ചോദ്യങ്ങളിലൂടെ ആ സംഭവത്തെ വിശദീകരിച്ചിരിക്കുന്നത്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഞാൻ ആദ്യം വായിച്ചു കേൾപ്പിക്കാം. ഗലാത്യർ 3:2 എഴുതിയിരിക്കുന്ന, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. ഈ ഒരു കാര്യം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. സഭയോട് പൗലോസ് എഴുതി ചോദിക്കുകയാണ്, സഭയിൽ നിന്ന് എനിക്കൊരു കാര്യം ഗ്രഹിച്ചാൽ കൊള്ളാമെന്നുണ്ട്, അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്താണ് അദ്ദേഹം അറിയാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണോ? ചോദ്യം ഇതാണ്. ഒരു കാര്യം സഭയിൽ നിന്ന് ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുന്ന കാര്യത്തിന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ആത്മാവ് ലഭിച്ചത്? ആത്മാവ് എന്ന് ഉദ്ദേശിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ്. അപ്പൊ ഓപ്ഷൻ ഉണ്ട്. ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക എന്നൊക്കെ പണ്ട് പരീക്ഷ എഴുതിയ സമയത്ത് നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ പൗലോസ് ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾ ആത്മാവിനെ ലഭിച്ച എങ്ങനെയാണ്? ഇപ്പൊ ഒരു തുണ്ട് കടലാസ് പാസ്റ്റർ എല്ലാവരുടെയും കയ്യിലേക്ക് തന്നിട്ട് നിങ്ങൾ എങ്ങനെ അഭിഷേകം പ്രാപിച്ചെന്ന് ചോദിച്ചാൽ 100 പേര് 100 അഭിപ്രായം പറയുന്നു. ചിലർ പറയും ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചു, ചിലർ പറയും ഉപവാസ പ്രാർത്ഥന പങ്കെടുത്തപ്പോൾ, ചിലർ പറയും പണ്ടത്തെ ഇന്ന പ്രവാചകം വന്ന് തലയൊക്കെ വെച്ചപ്പോൾ. അങ്ങനെയൊന്നും പറയാൻ പറ്റിയല്ല. ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഇതാണ്, ഒന്നുകിൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാൽ. ഇതിൽ ഏതിനകത്താണ് നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചത് എന്നാണ് പൗലോസ് ഗലാത്യ സഭക്കാരോട് ചോദിക്കുന്നത്. ഗലാത്യ സഭക്കാർ അവിടെ പറഞ്ഞ മറുപടി എന്താന്ന് എഴുതിയിട്ടില്ല. ഇല്ലെങ്കിലും വചനവുമായിട്ട് ബന്ധമുള്ള നമുക്കറിയാം, ന്യായപ്രമാണത്തിന്റെ ബലഹീനത എന്താന്ന് കാണിക്കാനാണ് ഗലാത്യർക്ക് ലേഖനം എഴുതുന്നത്. ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളുടെ ബലഹീനത, ന്യായപ്രമാണം കൂടുതൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നാണ് അത് എഴുതി വരുന്നത്. അപ്പൊ അദ്ദേഹം സ്ഥാപിക്കുന്നത് ഇതാണ്. ആ ചോദ്യത്തിന് മറുപടി ഗലാത്യ സഭക്കാര് പറഞ്ഞിരുന്നെങ്കിൽ പറയാൻ പോകുന്ന ഇതാണ്, ഞങ്ങൾക്ക് ദൈവാത്മാവിനെ ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ കർമ്മമാർഗം കൊണ്ടല്ല, വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണ്. അപ്പൊ അതിൽ നിന്നൊരു കാര്യം ഞാൻ പറയാം. വിശ്വാസത്തിന്റെ പ്രസംഗം, ദൈവസഭയ്ക്കകത്ത് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾക്ക് പൗലോസ് ഇട്ടിരിക്കുന്ന പേരാണ് വിശ്വാസത്തിന്റെ പ്രസംഗം. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മുടെ പ്രസംഗം കേട്ടാൽ അഭിഷേകത്തോടും ആത്മബലത്തോടും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ആളുകളുടെ നടുവിൽ ഒരു കർത്തൃദാസൻ പ്രസംഗിക്കുന്ന പ്രസംഗം വിശ്വാസത്തിന്റെ പ്രസംഗമാകാൻ കാരണം മറ്റൊന്നുമല്ല, അത് ഒരുത്തൻ കേട്ടാൽ അവന് വിശ്വാസം ഉണ്ടാവും. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരുന്ന ആളുകൾ ഒന്നും കൊടുത്തില്ല, കടം മാറിയില്ല, രോഗം മാറിയില്ല, പക്ഷെ പ്രസംഗം കേട്ടതുകൊണ്ട് ആത്മഹത്യ മാറ്റിവെച്ച് ഇന്നും ജീവിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. കാരണം എന്താ? വിശ്വാസത്തിന്റെ പ്രസംഗത്തിന് ആളുകളെ രൂപാന്തരപ്പെടുത്താൻ കഴിയും, തീരുമാനങ്ങളെ മാറ്റാൻ കഴിയും, തീരുമാനം എടുപ്പിക്കാൻ കഴിയും, അവരുടെ കാഴ്ചപ്പാടുകളെ മാറ്റാൻ കഴിയും. മരിക്കാനിരുന്നവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് വിശ്വാസത്തിന്റെ പ്രസംഗം. ഹല്ലേലൂയ. കൊലപാതകം നടത്താൻ വേണ്ടി കത്തിയുമായി വർഷങ്ങൾക്കും എന്റെ അമ്മയുടെ ബന്ധുവായിരിക്കുന്ന ഒരു കർത്തൃദാസൻ, ഇന്ന് അദ്ദേഹം പാസ്റ്ററാണ്, കോട്ടയം ജില്ലയുടെ സ്വതന്ത്രം പടിഞ്ഞാറേ അറ്റത്ത്. അദ്ദേഹം കോട്ടയം ചന്തയിലെ ഒരു ചുമട്ടുതൊഴിലാളിയായിരുന്നു. യൂണിയൻ ബേസിൽ ഒരു ദിവസം ഉണ്ടായ ഒരു വാക്കേറ്റത്തിൽ തന്റെ എതിരാളി ആളുകളുടെ മുമ്പിൽ വെച്ച് തന്നെ അപമാനിച്ചു, വാക്കുകൊണ്ട് അപമാനിച്ചു എന്നുള്ള കാരണം കൊണ്ട് അന്ന് വൈകുന്നേരം അദ്ദേഹം ജോലി നിർത്തി പോകുമ്പോൾ അവനെ പോകുന്ന ഒറ്റയടിപ്പാതയിൽ വെച്ചൊരു കടാരി കൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ച് നേരത്തെ പണി നിർത്തി പോയിട്ട് വയറ് നിറച്ച് ചാരായം കുടിച്ചിട്ട് കത്തിയുമായി അദ്ദേഹം സ്തോത്രം ഒരു കലങ്കിന്റെ ഒരു വെള്ളം ഒഴുകിപ്പോകുന്ന കലിങ്ങിന്റെ കീഴെ ഒരു ഒറ്റയടിപ്പാത ഒരു വഴിയിൽ കാത്തിരിക്കുക രാത്രി മറ്റദ്ദേഹം വരാൻ വേണ്ടി. ഇന്ന് രാത്രി അദ്ദേഹത്തെ കുത്തിക്കൊല്ലാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോട്ടയത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല ശ്രേഷ്ഠനായ സുവിശേഷ പ്രഭാഷകൻ അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത്, കള്ളു കുടിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വളരെ ദൂരത്ത് ഏതോ ഒരു വീട്ടുമുറ്റത്ത് പന്തല് കെട്ടി സുവിശേഷ പ്രസംഗം നടത്തുക. അദ്ദേഹം ഇങ്ങനെ പാപത്തെയും മരണത്തെയും പാപിയായി മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയും പ്രസംഗിക്കുക. അവസാനം പണ്ടത്തെ ദൈവദാസന്മാർ പ്രസംഗിച്ച് നിർത്തുമ്പോൾ പ്രായമുള്ള കർത്തദാസന്മാർ ഇങ്ങനെ ഓർമ്മയുണ്ടാവും. അന്നത്തെ പ്രസംഗം എല്ലാം പ്രസംഗിച്ച് നിർത്തുമ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മനുഷ്യ നീ ഇന്ന് മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ചെലവഴിക്കും എന്ന് ചോദിച്ചാൽ അന്നത്തെ പ്രഭാഷകരെല്ലാം പ്രസംഗം നിർത്താറുള്ളത് പരസ്യ പ്രസംഗങ്ങൾ. ഇദ്ദേഹം അവസാനം പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ മൈക്കിലൂടെ ഉച്ചഭാഷയോടെ മുഴങ്ങി കേൾക്കുകയാണ്, പാപിയായ മനുഷ്യ നീ ഇന്ന് മരിച്ചാൽ, മദ്യപാനിയെ നീ ഇന്ന് മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ചെലവഴിക്കും എന്ന് ചോദിച്ച ചോദ്യം
ഈ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് തട്ടി. അപ്പൊ അയാൾ ചിന്തിക്കുകയാണ്, ഞാൻ എന്റെ എതിരാളിയെ കുത്താൻ വേണ്ടി കത്തിക്കൊണ്ടായിരിക്കുന്നത്. ഇന്നൊരു വഴക്കുണ്ടായ ദിവസമായിരിക്കാൻ അവനും ഒരുപക്ഷെ ഒരു വടിവാളോ കത്തിയൊക്കെ കരുതിയാ വരുന്നതെങ്കിൽ ഇവിടെ ആരുമില്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ മൽപ്പിടുത്തം നടത്തുമ്പോൾ ഞാൻ അവനെ കുത്തുന്നതിന് പകരം അവൻ ആരോഗ്യതടകാത്രന തിരിച്ചെന്നെ കുത്തിയാൽ, ഞാൻ മരിച്ചാൽ ഞാൻ എന്താവുന്നു? ഒരു നിമിഷത്തെ ചോദ്യം കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ചോദ്യം ഒഴിച്ചു. യാന്ത്രികം എന്ന വണ്ണം അദ്ദേഹം എഴുന്നേറ്റ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നടന്നു. ഇരുട്ടിൽ കുറെ നടന്നപ്പോൾ ആ കൺവെൻഷൻ നടന്ന വീടിന്റെ അവിടെ എത്തി. ഇവിടെ കൺവെൻഷനൊക്കെ തീർന്നു, ആളുകൾ വിരിഞ്ഞു പോയി. പക്ഷെ മദ്യപിച്ച ഇദ്ദേഹം അവിടെ ചെന്നിട്ട് പ്രസംഗിച്ച ആളെ അന്വേഷിച്ചു. സ്തോത്രം. ആളുകൾ തിരക്കിയപ്പോ കാര്യം കള്ളി കരഞ്ഞോണ്ടാണ് നിൽക്കുന്നത്. ചോദിച്ചു, പറഞ്ഞു, ഞാനിങ്ങനെ അവിടെ നിന്ന് കേൾക്കുമായിരുന്നു അങ്ങ് ചോദിച്ചത്. കത്തിയെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരുത്തനെ കുത്താൻ വേണ്ടി കാത്തിരുന്നതാ, അവൻ ഇപ്പൊ പോയി കാണുവൻ. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്റെ ചോദ്യം തിരിച്ച് എനിക്കട്ടാ കുത്ത് കിട്ടുന്നെങ്കിൽ ഞാൻ മരിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു. ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അങ്ങനെ അവര് വട്ടം കൂടി എന്ന് തലേ കൈവച്ച് പ്രാർത്ഥിച്ച് അന്ന് സ്തോത്രം വീട്ടിൽ പറഞ്ഞയച്ചു. പിറ്റേ ദിവസം വീണ്ടും വിളിച്ചു, കൺവെൻഷൻ വിളിച്ചു വരുത്തി. അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു, രക്ഷിക്കപ്പെട്ടു. ഇന്ന് അദ്ദേഹം ഒരു പാസ്റ്ററാണ്, ഒരു കർത്തൃദാസനാണ്. ഞാൻ പറയാൻ കാരണം, ദൈവവചനം കൊല്ലാനിരുന്നവനെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്, മരിക്കാനിരുന്നവനെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമ്മ കേൾക്കാൻ പോകുന്ന പ്രസംഗത്തിന്റെ പേര് ബൈബിളിലെ പ്രസംഗികളുടെ ശക്തനായ പൗലോസ് പറഞ്ഞത് വിശ്വാസത്തിന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രഥമ ദിവസം നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം, നിരാശകൾ മാറണം. ഇന്നിത് കേൾക്കുന്ന ആരൊക്കെയാണോ അവര് 100 വട്ടം പ്രാർത്ഥിച്ച വിഷയങ്ങളാണ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ വെച്ചിരിക്കുന്നതെങ്കിൽ ഇതൊരു പരീക്ഷയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതല്ല. നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചാൽ മല പോലുള്ള വിഷയങ്ങളെ എന്റെ ദൈവം കടലിലേക്ക് തള്ളിക്കളയുമെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞാൽ അത് കേംബ്രിഡ്ജിലെ സഭയ്ക്കകത്ത് കുടുംബങ്ങളിൽ സംഭവിക്കണമെന്ന് വിശ്വസിക്കുന്ന, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ടോ അവർ ആത്മാവിൽ പ്രതികരിച്ച ദൂത് ഏറ്റെടുത്തോളണം. സ്വർഗം പറയുന്ന ദൂത് കേൾക്ക്, ആത്മാവിൽ പ്രതികരിക്കണം. എന്തുകൊണ്ട്? വിശ്വാസത്തിന്റെ പ്രസംഗത്തിന് വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് വചനം നമുക്ക് ഉറപ്പ്. ദൈവാത്മാവ്, എനിക്ക് കുറിവാക്യം വായിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്, നമ്മുടെ ഒരു ഇന്ററാക്ഷൻ ഒരു പുതിയ ആൾക്കാരുടെ മുമ്പിലേക്കല്ല വരുന്നത്. ഒരു വാക്ക് പറഞ്ഞിട്ട് ഒന്ന് പിള്ളേരുടെ ഭാഷ പറഞ്ഞൊന്ന് ഇണങ്ങിയിട്ട് കുറിവാക്യം വായിക്കാന്ന് ഓർത്താ ഞാൻ ആ കാര്യം പറഞ്ഞു തുടങ്ങിയത്. ക്ഷമിക്കണം. പക്ഷെ ദൈവാത്മാവ് അതിനകത്ത് പറയുന്ന ദൂതുകളെ ഞാൻ തിരിച്ചറിയുന്നു. സ്വർഗം പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥന കയ്യിലേക്ക് ഒരു കെട്ട് കാശ് തരുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരപ്പൻ മകൻ ഒരു പലഹാരപ്പൊതി കൊടുക്കുന്നത് പോലെയോ 7 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളുടെ പരിഹാരം കയ്യിലേക്ക് ഒരു പൊതിക്കെട്ടായി തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാത്ത ചില വിഷയങ്ങളെ തോൽപ്പിക്കാൻ അസാധാരണ വിശ്വാസം ഈ ദിവസങ്ങളിലെ വചനം കൊണ്ട് തരുമെന്ന് എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറയുന്നു. ഞാനത് ഉള്ളം കൊണ്ട് ഞരങ്ങിക്കൊണ്ട് വിളിച്ചു പറയുന്നു. കുറെ കഥ കേട്ട് നമ്മൾ യോഗ അവസാനിപ്പിക്കരുത്. അബ്രഹാമിന്റെയോ ഇസ്ഹാക്കിന്റെയോ ദാവീദിന്റെയോ പൗലോസിന്റെയോ പത്രോസിന്റെയോ അല്ലെങ്കിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളുടെയോ ഏതെങ്കിലും 4 കഥ കേട്ട് നമ്മൾ അവസാനിപ്പിക്കുകയല്ല. മറിച്ച് ദൈവസന്നിധിയിൽ എന്റെ വിശ്വാസം വർദ്ധിക്കണം, എന്റെ കുഞ്ഞിന്റെ വിശ്വാസം വർദ്ധിക്കണം. തിരിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങളുമായി നമ്മുടെ തലമുറകൾ എഴുന്നേൽക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ പിടിച്ചിരുത്തണം, ഏതെങ്കിലും വിധത്തിൽ കേൾപ്പിക്കണം. എന്നിട്ട് ആത്മാവിൽ പ്രാർത്ഥിക്കണം, കർത്താവേ, എന്റെ സഭയിലെ വിശ്വാസികൾ, എന്റെ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ, അവരുടെ എല്ലാവരുടെയും വിശ്വാസം വർദ്ധിക്കാൻ ഇടയാകണം. അതിന് ഈ ശുശ്രൂഷ ഉതകും. ആട്ടെ, ഞാൻ ചോദ്യത്തിലേക്ക് മടങ്ങി വരികയാ. വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടാൽ എന്ത് സംഭവിക്കും? നമ്പർ 1, പൗലോസ് ഇവിടെ പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ പൗലോസിന്റെ ചോദ്യത്തിന് ഗലാത്യ സഭ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മറുപടി ആത്മാവിനെ ലഭിക്കും. സ്തോത്ര, ഹല്ലേലൂയ. എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്താ? വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടവർക്ക് ആത്മാവിനെ ലഭിക്കും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സ്തോത്രം, പരിശുദ്ധാത്മാവിനെ. ഓരോ യോഗത്തിനും പരിശുദ്ധാത്മാവിന് അളവ് വെക്കരുത്. നമ്മളിപ്പോ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായിരിക്കും, അഭിഷേകം പ്രാപിച്ചവരായിരിക്കും, അന്യഭാഷ പറയുന്നവരായിരിക്കും ഈ ഇരിക്കുന്നവർ പലരും, 3/4 പങ്കും. പക്ഷേ ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ പണ്ടെങ്ങോ 5 കൊല്ലങ്ങൾക്ക് മുമ്പ് 2 വാക്ക് അന്യഭാഷ പറയാൻ വേണ്ടി ലഭിച്ച ഒരു സംഗതിക്കകത്ത് ആത്മാവിന്റെ വരവും ആത്മാവിന്റെ ശക്തി നിൽക്കുകയല്ല. 3 കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആത്മാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ 6 പ്രധാനപ്പെട്ട പദങ്ങളെങ്കിലും പഠിക്കണം. 1 സ്തോത്രം ആത്മസ്നാനം, 2 ആത്മമുദ്ര, സ്തോത്രം 3 ആത്മാവിന്റെ അച്ചാരം. അത് 3 കണ്ടോളണം. ആത്മമുദ്ര, ആത്മസ്നാനം, ആത്മാവിന്റെ അച്ചാരം. ഇത് 3 വൺ ടൈം ഡീലിംഗ് പോലെയാണ്, ഒറ്റ പ്രാവശ്യമാണ്. ആത്മസ്നാനം ഒരിക്കൽ സംഭവിച്ചു. നമ്മൾ അന്ന് ആത്മാവിലേക്ക് ഒരു നദിയിലേക്ക് ഇറങ്ങിയതുപോലെ ഇറങ്ങി, ആത്മാവിൽ മുദ്ര വെക്കപ്പെട്ടു, ആത്മാവിന് അച്ചാരമായി നമുക്ക് ലഭിച്ചു. ഇത് 3 വൺ ടൈം ഡീലിംഗ് ആണ്. അടുത്ത 3 പദങ്ങൾ പറയുന്നത് കേട്ടോളണം. ആത്മശക്തി, ആത്മീയ അഭിഷേകം,
ആത്മനിറവ്, ഇത് മൂന്നും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വേറെ പുസ്തകത്തിൽ തെളിവുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ദൂത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അല്ലാത്തത് കൊണ്ട് അവിടേക്ക് കിടക്കുന്നില്ല. നിങ്ങളുടെ അറിവിലേക്ക് പറയുക, ആത്മശക്തി ഒരിക്കലായിട്ട് വന്ന് നിൽക്കുന്നതല്ല. ഓരോ യോഗത്തിലും ഇന്നലത്തേക്കാൾ, ഇന്ന് രാവിലെ നിങ്ങൾ യോഗത്തിൽ കയറിയതിനേക്കാൾ കുറേം കൂടി ആത്മശക്തിയോടെ ഈ യോഗം കഴിഞ്ഞ് എഴുന്നേക്കാവൂ. 7 ദിവസത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ 1000 പൗണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ഈ യോഗം കഴിഞ്ഞ് എഴുന്നേക്കാവൂ. സഭയിലുള്ള ആത്മശക്തിയുടെ വ്യാപാരം വർദ്ധിക്കണം. ആത്മശക്തി കൊണ്ട് സ്വതന്ത്രം നമുക്ക് വല്ലതും സാധ്യമാക്കാൻ പറ്റൂ. ആത്മാഭിഷേകം എന്ന് പറയുന്നതും പറഞ്ഞ് നമ്മൾ ശീലിച്ചത് കൊണ്ട് ഒറ്റ വാക്കാൻ നമുക്ക് തോന്നും. അല്ല, വേദപുസ്തകം പഠിച്ചാൽ കാണാൻ കഴിയുന്നു, ഒരു പ്രാവശ്യം കൊണ്ട് നിൽക്കുകയല്ലാതെ. സ്തോത്രം, ഹല്ലേലൂയ. അഭിഷേകം, സ്തോത്രം തുടർന്നുകൊണ്ടിരിക്കും. ഒരു കാര്യത്തിന് വേണ്ടി ദൈവമായ കർത്താവ് വരെ നിയോഗിച്ചാക്കുന്നതാണ് അഭിഷേകം എന്ന് പറയുന്നത്. സ്തോത്ര, ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ദാവീദിനൊക്കെ 2-3 പ്രാവശ്യം അഭിഷേകം കിട്ടിയതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പൊ ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ചിലരെ രക്ഷയിലേക്ക് നയിക്കണമെന്ന് ദൈവത്തിന് ഈ പ്രാർത്ഥന കൊണ്ട് തോന്നിയിരിക്കട്ടെ. അങ്ങനെ തോന്നുമ്പോൾ അവരെ രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടി ദൈവം നിങ്ങൾക്ക് ഒരു അഭിഷേകം തരും. അഭിഷേകത്തിന് പർപ്പസ് ഉണ്ട്. വെറുതെ ചുമ്മാ അന്യഭാഷ പറയാനല്ലാതെ. പിന്നെ എന്തിനാ? ഒരു കാര്യം നടത്തിയെടുക്കാൻ ദൈവം നമുക്ക് തരുന്ന പ്രത്യേകമായിരിക്കുന്ന കഴിവാണ് അഭിഷേകം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരുത്തനെ അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞാൽ അവനെ അപ്പോയിന്റ്മെന്റ് ചെയ്തു, നിയോഗിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ചില കാര്യങ്ങളെ നടത്തിപ്പിൽ വരുത്താൻ, നിങ്ങളെ എതിർക്കുന്ന ചില ശക്തികളെ ഉന്മൂലനം ചെയ്യാൻ, നിങ്ങൾ ചെന്ന് പാർക്കുന്ന ദേശത്ത് നിങ്ങളെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന ആ ദേശത്തിന്റെ കോട്ടകളെ തകർക്കാൻ എന്റെ ദൈവം കർത്തൃദാസന്മാരടക്കമുള്ള പ്രതീക്ഷിക്കുന്ന ദൈവമക്കൾക്ക് ഒരു പുതിയ അഭിഷേകം ഈ 7 ദിവസം കൊണ്ട് ദൈവം തരണമെന്ന് ആമുഖത്തിൽ ഞാൻ പറയുമ്പോൾ അത് അതുപോലെ സ്വീകരിക്കാൻ മനസ്സുള്ളവർ ഏറ്റെടുത്തോളം. ഹല്ലേലൂയ. നിങ്ങൾ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബമായി നയിക്കാൻ വേണ്ടി ദൈവമായ കർത്താവേ ഞങ്ങൾക്കൊരു അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഓരോന്നിനും വ്യത്യസ്തമായ നിലവാരത്തിൽ. 3, ആത്മനിറവ് എന്ന് പറയുന്നത്, സ്തോത്ര, ഹല്ലേലൂയ, അത് ഒരു പ്രാവശ്യം കൊണ്ട് നടക്കുന്നതല്ല. ആത്മനിറവ്, സ്തോത്രം. വിഷയങ്ങൾ വരുമ്പോഴായി നിറവ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ആഗ്രഹിക്കണം. ഞാൻ ഒരു തെളിവ് വരാം, ഒന്നിനും തെളിവ് വരാതെ ഞാൻ ചുമ്മാ വാക്ക് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിനെല്ലാം തെളിവുണ്ട്. പക്ഷെ അതിന് തെളിവ് പറഞ്ഞ നമ്മുടെ ദൈവാത്മാവ് പ്രാർത്ഥിച്ചു പറഞ്ഞ വാക്കിലേക്ക് വരാൻ പറ്റിയല്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കാത്തത്. ഞാൻ അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം നിങ്ങളൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താം. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിക്കുക. 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തി 4:8 വായിക്കുക. ഒരു തെളിവിന് വേണ്ടി മാത്രം കേട്ടോ. ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്. അപ്പൊ വാക്ക് നോക്കണം. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. എവിടെ ഇപ്പൊ പത്രോസ് നിൽക്കുന്നതെന്ന് അറിയാമോ? യഹൂദന്മാരുടെ മതകോടതിക്കകത്താണ്. എന്താ കാരണം? സ്തോത്രം. ദേവാലയ മുറ്റത്തിരുന്ന ഒരു മുടന്തനെ പത്രോസ് യോഹന്നാനും കൂടി അവന് മുടന്തനെ സൗഖ്യമാക്കി. അവൻ തുള്ളിച്ചാടി എഴുന്നേറ്റ് പള്ളിക്കകത്ത്. അത് യെരുശലേമിനെ ഇളക്കി. അപ്പോ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതോടുകൂടെ ക്രിസ്തുമാർഗത്തിന്റെ എല്ലാ അസ്വസ്ഥതകളും യഹൂദന്മാരുടെ മുമ്പിൽ തീർന്നെന്നാണ് യഹൂദന്മാർ വിചാരിച്ചത്. പക്ഷേ പരിശുദ്ധാത്മാവ് വന്നതോടുകൂടെ അവര് വിചാരിച്ചതിനേക്കാൾ പ്രശ്നം വഷളായി യഹൂദന്മാരുടെ ഇടയിൽ. അപ്പോസ്തലന്മാർ പോകുന്നിടത്ത് നിഴൽ തട്ടിയ സൗഖ്യമാകുന്നു, കൈ കൊടുത്ത സൗഖ്യമാകുന്നു. അപ്പൊ നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജനത്തിന്റെ മധ്യത്തിൽ വ്യാപരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്ന സമയത്ത് ഇവരെ മതകോടതിയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. നോക്കൂ, വേണമെങ്കിൽ നമുക്ക് നോക്കിക്കാൻ. ഞാൻ പറഞ്ഞത് പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ ഒന്നിച്ചുകൂടി. 5-ാം വാക്യം മുതലാ. മഹാപുരോഹിതനായ ഹന്നാവും കയ്യാബാവും യോഹന്നാനും അലക്സണ്ടറും മഹാപുരോഹിത വംശത്തുള്ളവർ ഒക്കെയും ഉണ്ടായിരുന്നു. അവർ അവരെ നടുവിൽ നിർത്തി. ഓക്കെ, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. ഉടനെ പത്രോസ് പരിശുദ്ധാത്മപൂർണനായി അവരോട് സംസാരിച്ചത്. സ്തോത്രം. അപ്പൊ ഇവരെ മഹാപുരോഹിതനാണ് മതകോടതിയുടെ ജഡ്ജി. ഇവിടെ മഹാപുരോഹിത വൃന്ദം മുഴുവനുണ്ട്. ഫുൾ ബെഞ്ചാണ് വിധി പറയാൻ വേണ്ടി, വിസ്താരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അവര് വന്നിരിക്കുന്ന സമയത്ത് പത്രോസ് പ്രതിയാണ് അവരുടെ മുമ്പിൽ. പിടിച്ച് കോടതിയുടെ മുമ്പിൽ നിർത്തിയിരിക്കുക, പ്രതിക്കൂട്ടി നിർത്തിയിരിക്കുക. ചോദ്യങ്ങൾ ആരംഭിച്ചു. ചോദ്യം 1 ഇതാണ്: നിങ്ങൾ ഏത് ശക്തി കൊണ്ടാണ് ഈ മനുഷ്യനെ സൗഖ്യമാക്കിയത്? ചോദ്യം 1. ചോദ്യത്തിന് മറുപടി പറയുന്നതിനേക്കാൾ മുമ്പ് കോടതിയുടെ പ്രതിക്കൂട്ടിൽ നിന്ന് പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. കണ്ടോ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ,
അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 120 പേര് ആത്മാവിൽ നിറയുമ്പോൾ പത്രോസ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അന്ന് നിറഞ്ഞ പത്രോസ് കോടതി വളപ്പിൽ വെച്ച് വീണ്ടും നിറഞ്ഞു. ഇനി അടുത്തത് നോക്കിയേ, 4-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം. നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പൊ ഇപ്പൊ പിന്നെ നിറഞ്ഞോ? എവിടെ? നിങ്ങൾക്ക് മനസ്സിലാവുന്നു? 2-ാം അധ്യായത്തിൽ നിറഞ്ഞ കക്ഷികളല്ലേ ഈ ഇരിക്കുന്ന ഓരോരുത്തരും. ഇപ്പൊ 2-ാം അധ്യായത്തിൽ നിറഞ്ഞ പത്രോസ് യോഹന്നാനും യഹൂദന്റെ മതകോടതിക്കകത്ത് വെച്ച് വീണ്ടും ആത്മാവ് നിറഞ്ഞവനായി. എന്നിട്ടാ മറുപടി പറഞ്ഞത്. അത് കഴിഞ്ഞ് അവരെ ശിക്ഷിക്കാൻ പറ്റിയില്ല, വിട്ടയച്ച ശേഷം കൂട്ടാളികളുടെ അടുക്ക വന്നവർ ഒരുമിച്ച് പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 2-ൽ നിറഞ്ഞവർ 4-ന്റെ-5-8 നിറഞ്ഞു, 4-ന്റെ-8 നിറഞ്ഞവർ 4-ന്റെ-31 നിറഞ്ഞു. ഇനി മുന്നോട്ട് പോയ പിന്നെ നിറയും. അപ്പൊ ഓരോ കൂടിവരവിലും, ഓരോ പ്രാർത്ഥനയിലും, ഓരോ പ്രതിസന്ധികളുടെ മുമ്പിലും ദൈവത്തിന്റെ ജനത്തെ ദൈവം ആത്മാവിൽ നിറച്ചുകൊണ്ടിരിക്കും. ആ നിറവാണ് കോടതിയിൽ ജഡ്ജിമാർക്ക് വിധി പറയാൻ കഴിയാതെ വണ്ണം ഇവരുടെ വാക്കിനോട് എതിർത്ത് നിൽക്കാൻ പറ്റാതിരുന്നത്. ആ നിറവാണ് സഭയെ സഭയാക്കി നിർത്തിയത്. ആ നിറവാണ് ഇനി മേലിൽ ഈ നാട്ടിൽ യേശുവിന്റെ നാമം മിണ്ടരുതെന്ന് പറഞ്ഞവരെ കൊണ്ട് അവിടെ ഉഴുതു മറയ്ക്കാനിടയായത് ആ നിറവാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ആത്മാവ്, ഈ ഭാഗം ഒന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല, ആത്മാവ് ആമുഖത്തിൽ പറയുന്നു, കേംബ്രിഡ്ജ് ചർച്ചിനെ ദൈവം വീണ്ടും നിറയ്ക്കും. സ്തോത്രം. നിന്നുപോയ ദൈവപ്രവൃത്തികൾ വീണ്ടും തുടരാൻ, ആത്മാക്കളുടെ വരവ് വീണ്ടും തുടരാൻ, സ്നാനം ഇനിയും നടക്കാൻ, അവിടെ വരുന്ന ആളുകൾ പ്രാർത്ഥിച്ച് സൗഖ്യമാകാൻ, അവിടെ വരുന്നവരുടെ പ്രായോഗിക വിഷയങ്ങൾ മാറിക്കിട്ടാൻ, ആ ശ്രുതി നാട് മുഴുവൻ പരക്കാൻ, ഒരുത്തന്റെ വിടുതൽ മറ്റൊരുത്തനോട് ചെന്ന് പറയുമ്പോൾ അങ്ങനെ അവൻ ചിലരെ വിളിച്ചുകൊണ്ട് വരാൻ, അങ്ങനെ വന്നവനെ നിറച്ചാൽ പുറത്ത് നിൽക്കുന്നവനെ ദൈവം വിടുവിക്കും. ഇതിനകത്ത് നീ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന നിങ്ങളെ എന്റെ ദൈവം നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കേൾക്കൂ പ്രിയപ്പെട്ടവരെ, സ്തോത്ര. ഹല്ലേലൂയ. അപ്പോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടാൽ പരിശുദ്ധാത്മ അഭിഷേകവും പരിശുദ്ധാത്മ ശക്തിയും പരിശുദ്ധാത്മ നിറവും എല്ലാം കിട്ടും. അതാണ് ഒന്നാമത് പ്രസംഗം കേട്ട. ആ ചോദ്യം കൊണ്ട് പൗലോസ് നിർത്തിയില്ല. ഒരു ചോദ്യം കൂടി അവരോട് ചോദിച്ചു. അത് 3 ഗലാത്യ ലേഖനത്തിലേക്ക് പോരുക. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം. ഗലാത്യർ 3:5. ആ വാക്യം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി. പ്രസംഗം കേട്ടപ്പോൾ ആത്മാവിനെ നൽകിയോ? ആത്മാവിനെ നൽകി. നിങ്ങളുടെ ഇടയിൽ വീരപ്രവർത്തികളെ ചെയ്യുന്നവൻ. 3-ന്റെ-5 വായിക്കുന്നേ. നിങ്ങളുടെ ഇടയിൽ വീരപ്രവർത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യത്തെക്കാൾ ഗംഭീരമാണ്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, നിങ്ങൾക്ക് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ കിട്ടിയത്? അതിന്റെ മറുപടി അവർ പറഞ്ഞു, ഞങ്ങള് 12 കൊല്ലം ന്യായപ്രമാണം കേട്ടോണ്ട് കിഴക്കോട്ടും തിരിഞ്ഞ് നിന്നായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആത്മാവിനെ കിട്ടില്ലായിരുന്നു. വിശ്വാസത്തിന്റെ പ്രസംഗം കേൾക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ ആത്മാവിനെ കുറിച്ച് അറിയാൻ പറ്റിയത്, ആത്മാവിനെ കിട്ടിയത്, ആത്മശക്തി കിട്ടിയത് എന്ന് ഗലാത്യ സഭക്കാർ സമ്മതിച്ചു. ചോദ്യം അവരത് സമ്മതിച്ച സ്ഥിതിക്ക് ദൈവസഭയ്ക്കകത്തെ പ്രസംഗത്തിന്റെ പ്രമാദം എത്ര വലുതാന്ന് അറിയിക്കാൻ വേണ്ടി ഒരു ചോദ്യം കൂടി പൗലോസ് ചോദിച്ചു. ആട്ടെ, നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ, അങ്ങനെയല്ലേ? നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ. അതാരാ ചെയ്യുന്ന വീര്യപ്രവർത്തികൾ? പ്രസംഗികനല്ല വീര്യപ്രവൃത്തി ചെയ്യുന്നത്. സഭയ്ക്കകത്ത് വീര്യപ്രവൃത്തി ചെയ്യുന്നത് കർത്താവായ യേശുവാണ്, ദൈവമാണ്, പരിശുദ്ധാത്മാവാണ് വീര്യപ്രവൃത്തി ചെയ്യുന്നത്. അല്ലാതെ പ്രസംഗിക്കാൻ വരുന്നവനല്ല. അവരിലൂടെ ചിലപ്പോൾ പ്രാർത്ഥനയിൽ നടന്ന, പക്ഷെ ഇത് പ്രവർത്തിക്കുന്നത് ദൈവമാണ്. അത് പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ദൈവമാണ്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം വീര്യപ്രവൃത്തികളെ ചെയ്യുന്നത്? കൈ നിറച്ച് കാശ് കൊടുക്കുമ്പോൾ ദൈവം അങ്ങ് വീര്യപ്രവൃത്തി ചെയ്യുവാണോ? അധികം കാശ് കൊടുക്കുന്നവന് അധികം വിടുതൽ കൊടുക്കുവാണോ? അതൊന്നും സഭയ്ക്കകത്തില്ല. ടിക്കറ്റ് എടുത്തും നേരത്തെ ബുക്ക് ചെയ്തും ഒന്നും ഒരു പരിപാടികളും സഭയ്ക്കകത്തില്ല. പിന്നെ എങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങൾ കേട്ടോ? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലാണോ സ്തോത്രം നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ അങ്ങനെ ചെയ്യുന്നത്? അവിടെ മറുപടി എഴുതിയിട്ടില്ല.
മറുപടി നിങ്ങൾക്ക് ഗ്രഹിക്കാമെങ്കിൽ ഗ്രഹിച്ചു. മറുപടി ഇങ്ങനെയായിരിക്കും: വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടാൽ വീര്യപ്രവൃത്തികൾ നടക്കും. എന്റെ അർത്ഥം മനസ്സിലാകും. ഒരു വിശ്വാസത്തിന്റെ പ്രസംഗം സഭയ്ക്കകത്ത് കേൾക്കേണ്ടത് അതായിരിക്കണം. അകത്ത് ഉപദേശവും കാര്യങ്ങളും തിരുത്തലൊക്കെ കാണും. പക്ഷെ സഭയ്ക്കകത്ത് പറയേണ്ടത് വിശ്വാസത്തിന്റെ പ്രസംഗം. ആ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ വീര്യപ്രവൃത്തികൾ സഭയ്ക്കകത്ത് നടക്കും. വീര്യപ്രവൃത്തി എന്ന വാക്കിനെ കുറിച്ച് വേദപുസ്തകത്തിനകത്ത് മലയാളത്തിൽ നമുക്ക് പരിചിതമായ വാക്യമാണെങ്കിലും ബൈബിൾ നിഘണ്ടുവിനകത്ത് നോക്കി എന്താണ് ഈ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം. ആ അർത്ഥം ഇതാണ്: മനുഷ്യർക്ക് ചെയ്യാൻ നോക്കിയിട്ട് നടക്കാത്തതും എന്നാൽ സ്തോത്രം ദൈവത്തെ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്നതുമായ കാര്യങ്ങൾക്കാണ് ബൈബിൾ വീര്യപ്രവൃത്തി എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അത് വീര്യപ്രവൃത്തിയാന്ന് പറഞ്ഞ് നോട്ടീസ് അടിക്കുകയല്ല. നമ്മൾക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു. നമുക്ക് മരുന്നില്ല ഈ വിഷയത്തിൽ. പണം കൊണ്ട് നടക്കുകയല്ല. മനുഷ്യൻ തോറ്റു, പണം തോറ്റു. അങ്ങനെ ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞും ഉപദേശിച്ചും സ്നേഹിച്ചും കരുതിയും മടുത്ത വിഷയം വല്ലതുണ്ടെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പൊടിയും തട്ടിയെടുത്ത് വെക്കണം. ഇത് ഞാനല്ല, ദൈവം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണെന്ന് മാത്രം വിചാരിക്കാൻ. എന്താ കാരണം? ഇന്നൊരു ഈ ആമുഖത്തിൽ 7 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ഞാനൊരു ബേസ്മെന്റ് ഇടുക. സ്തോത്രം. കാരണം ഈ ഉപവാസ പ്രാർത്ഥനയിൽ വീര്യപ്രവർത്തികൾക്ക് സാധ്യതയുണ്ട്. സാധ്യത എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോയി. വീര്യപ്രവർത്തികൾ നടക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ വാശിയുണ്ടാവണം. ഞാൻ ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, നന്നാവുന്നില്ല, ആരോടും എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ മടുത്ത വിഷയങ്ങളുണ്ട്. അത് ദൈവം പ്രവർത്തിക്കുമ്പോൾ അത് വീര്യപ്രവൃത്തിയാണ്. ചെങ്കടൽ തീരത്ത് മോശയ്ക്കൊന്നും ചെയ്യാനില്ല, ജനത്തിനൊന്നും ചെയ്യാനില്ല എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി കടലിലേക്ക് ചാടിക്കോടാ ചത്തോടാ പറയുകയല്ലേ ഇതേ മോശം. പിന്നെ എന്താ പറഞ്ഞു? നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല, വെയിറ്റ് ചെയ്യുക. അപ്പൊ ഫറവോൻ സൈന്യം പുറകെ വരുന്നുണ്ട്. അപ്പോഴും മോശ പറഞ്ഞു വെയിറ്റ് ചെയ്യുക, നിങ്ങൾ കണ്ടു ദൈവം എന്താ ചെയ്യാൻ പോകുന്നത്. അല്പനേരം കഴിയുമ്പോൾ ദൈവം വഴി തുറന്നു. അത് വീര്യപ്രവൃത്തിയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കർത്താവ് ചില വീര്യപ്രവൃത്തികൾ തന്നെ നമ്മുടെ സഭയിൽ, കുടുംബത്തിൽ, നിങ്ങളുടെ മക്കളിൽ ചെയ്യും? 8 പ്രാവശ്യം നീ പരീക്ഷ എഴുതി തോറ്റതാണെങ്കിൽ നിനക്കിനി കഴിവില്ല, വെറുതെ കാശ് കളയണ്ട എന്നും പറഞ്ഞ് എഴുതാതിരിക്കണ്ട. നീ ദൈവത്തെ വിശ്വസിക്കുക. കർത്താവെ, എനിക്കിനി കഴിവില്ല, പക്ഷെ ഞാൻ ഈ പറയുന്ന ഇദ്ദേഹം പറയുന്ന വാക്കിനെ വിശ്വസിക്കുന്നു. ഗലാത്യർ 3:5 വിശ്വസിക്കുന്നു. വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടാൽ ദൈവം വീര്യപ്രവൃത്തി ചെയ്യുന്നു. ഞാൻ ഈ 7 ദിവസവും ഒറ്റ ദിവസം മുടങ്ങാതെ, പറ്റുമെങ്കിൽ ഇന്ന് തീരുമാനിക്കുക, ഏതെങ്കിലും ദിവസമൊക്കെ ഡ്യൂട്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ ലീവ് എടുക്കുക. കാരണം ഈ വരുന്ന ദൈവദാസന്മാരെല്ലാം ഞാൻ ഫ്ലെയറിൽ കണ്ടിടത്തോളം ശക്തരും വചനത്തിൽ നിശ്ചയമുള്ളവരാ. ഒരു വിശ്വാസത്തിന്റെ പ്രസംഗം പ്രസംഗിക്കാൻ കഴിവുള്ളവരാ പുറകെ വരുന്നവരല്ല. ഈ 7 ദിവസവും നിങ്ങളുടെ കർത്തൃദാസന്മാരാകട്ടെ, വരുന്ന ദൈവദാസന്മാരാകട്ടെ, അവർ വചനം പറയുമ്പോൾ അത് കേൾക്കാൻ നിങ്ങൾ തയ്യാറായാൽ വേറെ ഒന്നുമില്ല. വിശ്വാസത്തോടെ 7 ദിവസത്തെ പ്രസംഗം, വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടാൽ ആ കുടുംബങ്ങളിൽ വീര്യപ്രവർത്തികൾ നടക്കും. വെറുതെ 7 ദിവസം തീർക്കരുത്. ചില രോഗങ്ങൾ സൗഖ്യമാകണം. നിങ്ങളുടെ ശരീരത്തിൽ തങ്ങി നിൽക്കുന്ന സാരമില്ലെന്ന് നമ്മൾ പറഞ്ഞ സംഭവം സൗഖ്യമാകണം. നടക്കാത്ത കാര്യങ്ങൾ നടത്തിപ്പിൽ വരുത്തണം. വീര്യപ്രവർത്തികൾ നടക്കണം. ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ട്. നിങ്ങൾ തോറ്റ വിഷയങ്ങളുണ്ട്. നിങ്ങൾ പലരോട് പറഞ്ഞിട്ട് നടക്കാത്ത വിഷയമുണ്ട്. നടക്കണം. ദൈവം അത് ചെയ്യണം. ഒരു നിമിഷം കണ്ണടയ്ക്ക്. ഞാൻ കുറിവാക്യം വായിക്കുന്നതിനേക്കാൾ മുമ്പ് ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി ദൈവാത്മാവ് പ്രവർത്തിക്കാൻ വേണ്ടി എത്ര പേര്, ഇതൊരു ഡെഡിക്കേഷൻ ടൈമാണ്. ഇങ്ങനെയൊന്നും ആരും എന്നോട് പറഞ്ഞതല്ല, പക്ഷെ എന്തോ ഒരു നടത്തിപ്പ് ഇതിനകത്തങ്ങ് വന്ന് വീഴുക. അതുകൊണ്ട് കർത്താവിന്റെ ആത്മാവ് പറയുന്ന ഞാൻ അനുസരിക്കുക. നിങ്ങൾ എത്ര പേര് ഒരു ശക്തമായ പ്രാർത്ഥനയ്ക്ക് തുടക്കം കുറിക്കുക? സഭ ദൈവത്തിന് സറണ്ടർ ചെയ്യുക. ഈ സമയത്ത് എത്ര പേര് വിശ്വസിക്കും? കർത്താവെ, ഒന്ന്, എനിക്ക് വിശ്വാസത്തിന്റെ പ്രസംഗത്താൽ എന്റെ കുടുംബത്തിൽ, എന്റെ ജീവിതത്തിൽ ചിലത് സംഭവിക്കും. അതാദ്യം നിങ്ങളുടെ മനസ്സിനോട് പറഞ്ഞങ്ങ് പഠിപ്പിക്കുക. ദാവീദ് പറഞ്ഞു, എൻ മനമേ നീ സ്വസ്ഥമാക, നീ ഒന്ന് അടങ്ങിയിരിക്കും, ദൈവം നിനക്ക് വലിയവ ചെയ്യാൻ പോവാന്ന് പറ. ഈ 7 ദിവസം കൊണ്ട് നമുക്ക് വേണ്ടി വേറെ ആരോടും അല്ല, മക്കളോടോ, ജീവിതം അങ്ങ് നീ നിന്നോട് തന്നെ പറ, നീ അടങ്ങിയിരിക്കുക, ദൈവം വലിയവ ചെയ്യുമെന്ന് പറ. അതരം തുറന്നങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. 2, ഇന്ന് ഈ യോഗത്തിൽ ഇപ്പോൾ ഞാൻ പറയുന്ന സമയം വരെയും നിങ്ങൾക്കുള്ള ആത്മസാന്നിധ്യത്തെക്കാൾ ഹൈ വോൾട്ടേജിൽ നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വ്യാപരിക്കും. പരിശുദ്ധാത്മാവ് വ്യാപരിക്കും. അതും പ്രാർത്ഥിക്കും. ദൈവമേ,
ആത്മനിറവാണ് കോടതിയിൽ പോലും വിധികളെ മാറ്റിയത്. സഭയിൽ അത് പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കെതിരെ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് ഗൂഢാലോചന നടക്കുന്നുണ്ടോ? നിങ്ങളെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങളാക്കി വലിപ്പം കാണിക്കുന്നുണ്ടോ? ദൈവാത്മാവ് ആ കാര്യം ഏറ്റെടുക്കട്ടെ. വിശ്വാസത്തിന്റെ പ്രസംഗം കൊണ്ട് അത് സംഭവിക്കും. 3, വീര്യപ്രവർത്തികൾ നടക്കണം. വീര്യപ്രവർത്തികൾ എന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ നടക്കാതിരിക്കില്ല ഈ പ്രാർത്ഥന. ഒരുപാട് പ്രാർത്ഥനകളിൽ പങ്കെടുത്തവരായിരിക്കാം, സഭ പല പ്രാർത്ഥനകൾ വെച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ആമുഖ ദിവസം ദൈവം പറയുന്നു, ഞാൻ വീര്യപ്രവൃത്തികൾ ചെയ്യാൻ ഒരുങ്ങുകയാണ്. മനസ്സിനോട് പറ, നീ അടങ്ങിയിരിക്കും, ഞാനൊരു വിശ്വാസത്തിന്റെ പ്രസംഗം കേൾക്കാൻ പോവുക. ദൈവമക്കളെ, എന്റെ ധ്യാനത്തിൽ, എന്റെ പ്രാർത്ഥനയിൽ എന്റെ ദൈവം എനിക്ക് തന്ന വിശ്വാസത്തിന്റെ പ്രസംഗം എന്റെ ഹൃദയത്തിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ചുരുളഴിക്കുകയാണ്. നിങ്ങളോട് ഞാൻ വിശ്വാസത്തിന്റെ പ്രസംഗം പ്രസംഗിക്കാം. വേറൊന്നും എനിക്ക് പറയാനില്ല. കർത്താവിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവരെ വേറെ ഒരു വിധത്തിലും, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തുടങ്ങിയത് ഓർക്കുന്നുണ്ടല്ലോ, ഞാന് പാവപ്പെട്ട ദൈവമക്കളുടെ നടുവിലാണ് പ്രസംഗിക്കാൻ തുടങ്ങിയത്. വണ്ടിക്കൂലിക്ക് കാശില്ല, കുടുംബത്തിൽ കലഹമുള്ള, ദാരിദ്ര്യം അനുഭവിക്കുന്ന, കുഞ്ഞുങ്ങൾ മുതൽ ഇങ്ങോട്ട് ആന്തരിക ബാഹ്യ അവയവങ്ങൾ രോഗം കൊണ്ട് പൊറുതിമുട്ടിയ, തടി ചതലെടുക്കുന്നത് പോലെ കഷ്ടപ്പെട്ട ജനങ്ങളാണ് എന്റെ മുമ്പിൽ ആദ്യം വന്നു കിട്ടിയത്. ഇവർക്ക് കൊടുക്കാൻ പാലൊഴിച്ചുള്ള ചായ കൊടുക്കാൻ പോലും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് പരിശുദ്ധാത്മാവ് എന്നെ ഉറപ്പിച്ച പാഠമാണ്. എന്തുകൊണ്ടോ അപ്രതീക്ഷിതമായി ഈ ആമുഖത്തിൽ സമയം ഇച്ചിരി അധികം എടുത്തുപോയി, എങ്കിലും ഞാൻ ഭാരപ്പെടുന്നില്ല. നിങ്ങളോട് പറയാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചത്. ഇത് വെറുതെ ആകില്ല, ഇത് വെറുതെ ആകില്ല. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയാം, സഭയ്ക്ക് വേറൊന്നും തരാനില്ല. വേറൊന്നും സഭ കൊടുത്താലും ശരിയാവൂല. സഭയെ ദൈവം ഏൽപ്പിച്ചത് പാൽപ്പൊടിയും പയറും കിറ്റും ഒന്നും കൊടുക്കാനല്ല. കൊടുത്തത് തെറ്റാന്ന് ഞാൻ പറഞ്ഞുമില്ല, അതൊന്നും അല്ല. വാസ്തവത്തിൽ സഭയ്ക്ക് കൊടുക്കാനുള്ളത് വിശ്വാസത്തിന്റെ പ്രസംഗ. അവര് പോയി രക്ഷപ്പെടട്ടെ, അവരുടെ ബന്ധനങ്ങൾ അടിയട്ടെ. ഞാൻ ദൈവം എന്നെ ശീലിപ്പിച്ചതുകൊണ്ട് വിഷയവും ഭാരവും ഉള്ളവർക്ക് വേണ്ടി എന്റെ ഹൃദയത്തിനകത്ത് അടുക്കി വെച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ പ്രസംഗം നിങ്ങൾക്ക് പങ്കുവെക്കാൻ ഒരുങ്ങുക. നിങ്ങൾ ഇതിൽ സമർപ്പിതരും വിശ്വാസമുള്ളവരും ദൈവം പ്രവർത്തിക്കും. ഒരു 1000 കാര്യം നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ എല്ലായിടത്തും പുറത്തേക്കിട്. ആരോടും പറയാതെ രഹസ്യത്തിൽ കൊണ്ടുപോയി ചങ്ക് പൊട്ടി ചാവാതെ നിങ്ങളെല്ലാം ദൈവത്തോട് പറ, കർത്താവേ, ഈ വിഷയത്തിൽ ഒരു വീര്യപ്രവൃത്തി നടക്കണം. എന്റെ അപ്പന്റെ കാര്യത്തിൽ, എന്റെ അമ്മയുടെ വിഷയത്തിൽ, എന്റെ ജീവിത പങ്കാളിയുടെ കാര്യത്തിൽ, എന്റെ മക്കളുടെ കാര്യത്തിൽ. ദാരിദ്ര്യം മാത്രം, ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ പിച്ചച്ചട്ടി എടുക്കുന്നുള്ളതല്ല. നല്ലൊരു രാജ്യത്തായിരിക്കും നിങ്ങൾ ആയിരിക്കുന്നത്, പക്ഷേ സ്വപ്നം കാണുന്ന ഒരു കാര്യവും നടക്കുകയല്ല. കഷ്ടപ്പെട്ട് ജീവിച്ചു പോകും. ഈ നിലവാരത്തിൽ ചോർച്ച വരുന്ന വിഷയങ്ങളൊക്കെ ഒന്ന് അടച്ച് ദൈവം ഭദ്രമാക്കണം. അതിന് ദൈവം പ്രവർത്തിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയോടാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നതെന്ന് ആത്മാവിൽ ഞാൻ തിരിച്ചറിയുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രകാശനം ഉണ്ടാകില്ല. ദൈവത്തിന് പ്രതീക്ഷയുള്ള ജനം, ദൈവം സ്നേഹിക്കുന്ന ജനം, അവരോടാ ദൈവജനം പറയാൻ ഒരുങ്ങുന്നത്. അപ്പാ, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം ദൈവത്തിന് പറയാനുള്ളത് ഈ നിന്റെ മക്കളോട് പറയണേ. നിന്റെ മക്കളോട് പറയണേ അപ്പാ. ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കും. സഭയ്ക്ക് വിശ്വാസം വർദ്ധിക്കണേ, സഭയ്ക്ക് ആത്മസാന്നിധ്യം വർദ്ധിക്കണേ, സഭയിൽ വീര്യപ്രവൃത്തി നടക്കണേ. വിത്തിൻ 7 days, ഈ 7 ദിവസത്തിനുള്ളിൽ കർത്താവ് ഇത് ചെയ്യണേ. വിശ്വസിച്ചവർക്കെല്ലാം ഇത് അനുഗ്രഹമാക്കണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ, 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 ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുമായിട്ട് സംസാരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വചനം പങ്കിടാൻ കർത്താവിന്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവവചനം വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യമാണ്. ഞാൻ ആ വാക്യം വായിച്ചുകൊണ്ട് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നിങ്ങളോട് പ്രസംഗിക്കാം. 5:5 ഞാൻ വായിക്കുന്നു. ബൈബിളിലേക്ക് നോക്കുക. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 5-ാം വാക്യം. വാക്യം ഇങ്ങനെയാണ്: അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സംഭവം നടക്കുന്നത് അങ്ങ് സ്വർഗത്തിലാണ്. യോഹന്നാൻ പത്മോസിൽ നിന്ന് കർത്താവിന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് സ്വർഗത്തിലെ ആരാധന സദസ്സിലേക്ക് എത്തി നിൽക്കുകയാണ്. അവിടെ വെച്ച് നടക്കുന്ന ഒരു സംഭാഷണത്തിന്റെ ഒരു ചെറിയ കുറിപ്പടിയാണ്
സഭയോട് ദൂതായി പറയാൻ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ പ്രേരിപ്പിച്ചിരിക്കുന്നു. ഇവിടെ മൂപ്പന്മാരിൽ ഒരുത്തൻ യോഹന്നാനോട് പറയുന്നത് ഇങ്ങനെയാണ്: കരയണ്ട, കരയണ്ട. കരയണ്ട എന്നൊരാൾ പറയണമെങ്കിൽ നമ്മൾ പറയുന്ന ഭംഗിവാക്ക. മരണ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ പറയാറുണ്ട് കരയണ്ട. അവര് ചീത്ത വിളിക്കാത്തത് മരണ വീടായതുകൊണ്ടാണ്. കാരണം മരണ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ കരയണ്ടെന്ന് പറഞ്ഞാൽ അവരോട് പിന്നെ എന്താ പറയാൻ പറ്റും? അപ്പൊ നമ്മൾ പറയുന്നത് ഭംഗിവാക്ക. പക്ഷേ ഇവിടെ കരയണ്ടെന്ന് പറഞ്ഞവൻ കരയണ്ടെന്ന് പറയുമ്പോൾ അതിനൊരു കാരണം കണ്ടുവച്ചിട്ടാണ് കരയണ്ടെന്ന് പറയുന്നത്. ഞാൻ ആദ്യത്തെ ദൂത് പറയാം. ഏതൊക്കെ വിഷയത്തിൽ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ, ഒരിക്കലെങ്കിലും കരഞ്ഞിട്ടുണ്ടോ, കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? ആ വിഷയങ്ങൾ ഒരുപക്ഷെ നമുക്ക് പെട്ടെന്നൊരു മെമ്മറിയിലേക്ക് വരുന്നുണ്ടായിരിക്കില്ല, പക്ഷെ ദൈവം അത് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ കർത്താവിനോട് പറയുന്നു ഈ ആമുഖവാക്കിൽ തന്നെ, പലരും നിന്നോട് കരയണ്ടെന്ന് പറഞ്ഞു കാണും, പക്ഷെ അതൊന്നും പ്രയോജനമില്ല. പിന്നെ നമ്മുടെ ആ വിഷയത്തിൽ കരയേണ്ടി വന്നിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ കുടുംബത്തിൽ തന്നെയാന്ന് ഇരിക്കട്ടെ, ഞാൻ ചൊല്ലി പച്ചയ്ക്കും തെളിച്ച് പറയാം. ജീവിതത്തിന്റെ ഭാരങ്ങൾ സഹിച്ചുകൊണ്ട് ജീവിത പങ്കാളിയെ കുറിച്ചുള്ള ഭാരം കൊണ്ട് പറഞ്ഞപ്പോൾ ചിലപ്പോൾ അങ്ങേര് കയ്യെ പിടിച്ച് സത്യം ചെയ്ത് കാണും, ഇനി ഞാൻ നിന്നെ കരയിപ്പിക്കില്ല, കരയണ്ടെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ പിന്നെയും 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളി നമ്മളെ കരയിപ്പിച്ചു കാണും. ഞാൻ ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. കോംപ്രമൈസുകളൊക്കെ പലപ്പോഴും സഭയ്ക്കകത്തും പുറത്തൊക്കെ നടന്നപ്പോഴും പിന്നെയും കരയിപ്പിച്ചു കാണും. പക്ഷെ ഇവിടെ മൂപ്പന്മാരിൽ ഒരുത്തൻ കരയണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം അദ്ദേഹം കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം കരയണ്ടെന്ന് പറയും. എന്താണ് കരഞ്ഞോണ്ട് നിൽക്കുന്ന യോഹന്നാനോട് കരയണ്ടെന്ന് പറയാൻ യോഹന്നാനോട് പറഞ്ഞ മൂപ്പൻ കണ്ട കാരണം എന്താണ്? അവിടെയാണ് നമ്മുടെ ദൂത് കിടക്കുന്നത്. കാരണം ഇത്രയേ ഉള്ളൂ: യഹൂദാ ഗോത്രത്തിന് സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകം തുറപ്പാനും അതിന്റെ 7 മുദ്രയെ തുറപ്പാനും ജയം പ്രാപിച്ചിരിക്കും. അതാണ് കാരണം. കരയണ്ടെന്ന് പറയാനുള്ള കാരണം അതാണ്. ഒരുത്തൻ ജയം പ്രാപിച്ചിട്ടുണ്ട് നിന്റെ വിഷയത്തിൽ. നീ തോറ്റ വിഷയത്തിൽ, നിനക്ക് ജയിക്കാൻ പറ്റാതെ പോയ വിഷയത്തിൽ, മനുഷ്യൻ തോറ്റ വിഷയത്തിൽ, അങ്ങനെ പറയാം, മാനവ കുടുംബം തോറ്റ വിഷയത്തിൽ എന്റെ യേശു ജയം പ്രാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നീ കരയണ്ട. നീ തോറ്റ കാര്യത്തിൽ ജയം പ്രാപിച്ചവൻ, സ്തോത്രം, ജയം പ്രാപിച്ചതുകൊണ്ട് നമ്മളെങ്ങനെ കരയണ്ടാതെ വരുന്നത്? അതാണ് ഈ ഇന്നും നാളെയൊക്കെയായിട്ട് ദൈവം അനുവദിച്ച് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ചില കട്ടിയായിരിക്കും സ്തോത്രമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലേ സംഭവം അങ്ങ് ഇറങ്ങി പോകത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വെറുതെ സ്തോത്രം വെറുതെ ഇരുന്ന് തന്നു എന്ന് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. വളരെ പ്രാർത്ഥനയോടും ഏകാഗ്രതയോടും കൂടി ഇരിക്കുക. നിങ്ങൾക്ക് ഏറെക്കുറെ ഞാൻ ഔട്ട്ലൈൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ. സ്തോത്രം. കർത്താവ് ജയം പ്രാപിച്ചുകൊണ്ട് നമ്മുടെ കണ്ണുനീരെങ്ങനെയാ വറ്റുന്നത്, നമ്മളെങ്ങനെ കരയാതിരിക്കുന്നത്? അതാണ് ബൈബിളിന്റെ ഏറ്റവും വലിയ തത്വം. നമ്മളീ പലരും തോറ്റവരാണ്, നമ്മളീ പലരും വീണവരാണ്. പക്ഷെ നമ്മളെ ജയാളിയാക്കി നിർത്തുന്നത് നമ്മൾ ട്രോഫി മേടിച്ചുകൊണ്ടല്ല, നമുക്ക് വേണ്ടി ക്രൂശിൽ ഒരുത്തൻ ജയാളിയായി, അവൻ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ കരയണ്ട എന്നതാണ് വിഷയം. ഈ വിഷയം ആത്മാവിൽ തെളിയിച്ചു കൊണ്ടുവരണമെങ്കിൽ കുറച്ച് പുറകോട്ടിറങ്ങി ഇങ്ങോട്ട് വന്നെങ്കിലേ പറ്റൂ. ഈ വാക്യത്തിൽ മാത്രം നിന്ന് കറങ്ങിയാൽ പറയാൻ ഉദ്ദേശിക്കുന്ന ദൂതിലേക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിലൂടെ ഒരു വഴി വെട്ടിത്തെളിച്ച് ഈ വാക്യത്തിലേക്ക് എത്തണം. അതിനകത്ത് നിങ്ങൾക്കുള്ള വ്യക്തിപരമായ ദൂതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പ്രതീക്ഷയോടെ നമുക്ക് തുടരാൻ വേണ്ടി ശ്രമിക്കാം. കേൾക്കണേ, സ്തോത്രം. നിങ്ങൾക്കറിയാലോ, യോഹന്നാനാണ് വെളിപ്പാട് പുസ്തകം എഴുതിയത്. യോഹന്നാൻ ദൈവമായ കർത്താവ് സുവിശേഷം എഴുതാനും 2-3 കൊച്ചു ലേഖനങ്ങൾ എഴുതാനും വെളിപ്പാട് പുസ്തകം എഴുതാനും യോഹന്നാനെ ദൈവമായ കർത്താവ് ഏൽപ്പിച്ചു. 12 അപ്പോസ്തലന്മാരുടെ ചരിത്രം വേദപുസ്തകത്തിനകത്ത് നിന്നല്ല, പുറത്തുനിന്ന് ഹിസ്റ്റോറിക്കലായിട്ട് പഠിച്ചാൽ യൂദ കെട്ടിയാണ് ചത്തു. മുഖ്യധാര അപ്പോസ്തലന്മാരിൽ യൂദ പോയി കഴിഞ്ഞിട്ട് ബാക്കി 11 പേർ. ആ 11 പേരിൽ യോഹന്നാൻ ഒഴിച്ച് ബാക്കി 10 പേരും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് രക്തസാക്ഷികളായി മരിക്കുകയാണ് ഉണ്ടായത്. എല്ലാവരെയും വിവിധ നിലവാരത്തിൽ കൊന്നുകളയുന്നത്. ചിലരെ തീപ്പന്തങ്ങളാക്കി മെഴുകുശീല ചുറ്റി പൊതുസ്ഥലങ്ങളിൽ നിർത്തിയിട്ട് തീ കൊടുത്തി നീറി മരിച്ചു. 1-ാം നൂറ്റാണ്ടിലെ സഭാപീഡനത്തിന്റെ ചരിത്രം വായിച്ചാൽ നമ്മള് അമ്പരന്ന് പോകും. നീറി മരിച്ചു. ചില ആളുകളെ 2 വൃക്ഷത്തലപ്പുകൾ, നമ്മുടെ നാട്ടിലേക്കുള്ള
കവുങ്ങ്, അടയ്ക്കാമരം ഉണ്ടല്ലോ, കവുങ്ങ് പോലത്തെ ഒറ്റ തൂണായി വളരുന്ന, സ്തോത്രം, ഇറ്റലിയിലെയും റോമിലെയൊക്കെ ഒരു തരം വൃക്ഷങ്ങളിൽ അവരുടെ തലപ്പം, ആ രണ്ട് മരങ്ങളുടെ തലപ്പം അങ്ങനെ കൂട്ടിക്കെട്ടി. സ്കൂൾ മുറ്റത്തൊക്കെ നിൽക്കുന്ന അരണമരണം എന്നൊക്കെ പറഞ്ഞ മരം ഒറ്റ സ്ഥൂലമായിട്ട് വളരുന്നതാണ്. അതിന്റെ തുമ്പുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയതിനു ശേഷം യേശുക്രിസ്തുവിനെ തള്ളിപ്പറയാത്ത ക്രിസ്ത്യാനികളെ തലകീഴായി ഒരു കാല് ഈ മരത്തേലും ഒരു കാല് ഈ മരത്തേലുമായിട്ട് കെട്ടിത്തൂക്കും. അവസാനമായിട്ട് താഴെ നിൽക്കുന്ന ആരാച്ചാര് വിളിച്ചു ചോദിക്കും, യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ട് ഇറങ്ങി വരാൻ പ്ലാൻ ഉണ്ടോ, അതെയോ മരിക്കാനാണോ പ്ലാൻ? 99.3% രക്തസാക്ഷികളും യേശുവിനെ തള്ളിപ്പറയാറില്ല. ആ സമയത്ത് ഒരു അസാധാരണ കൃപ ലഭിക്കും. അതാണ് സ്തോത്രം ചരിത്രം പഠിപ്പിക്കുന്നത്, കൃപ ലഭിക്കും. ബില്ലി ഗ്രഹാം അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തോട് പത്രപ്രവർത്തകർ ചോദ്യം, അമേരിക്കയിലെ വിമർശകരായിരിക്കുന്ന പത്രക്കാർ ബില്ലി ഗ്രഹാമിനെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയും സമയം ഞങ്ങൾക്ക് ഇന്റർവ്യൂവിന് സമയം തന്നു, ഇദ്ദേഹം വലിയ സുശേഷ പ്രഭാഷകനാണ്, ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇപ്പോ ഞങ്ങൾ ഇവിടെ ഇറങ്ങുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ പറയുന്ന ദൈവം നിങ്ങൾ മരിക്കാൻ പോവാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ചോദ്യം ഒന്നുകൂടെ കേട്ടോളണം. പത്രക്കാരുടെ ചോദ്യമാണ്, വിമർശകരാണ് വന്നിരിക്കുന്നത്, അല്ലാതെ പത്രം റിപ്പോർട്ട് ചെയ്തിട്ട് ബില്ലി ഗ്രഹാമിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയല്ല. അവർ ചോദിച്ച ചോദ്യമാണ്, ഇപ്പോൾ ഇവിടെ വീണ് മരിക്കുമെന്ന് നിങ്ങളുടെ ദൈവം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ എന്തോ ചെയ്യുന്നു ചോദിച്ചു. ചോദ്യം വരുന്നേക്കാവും ബില്ലി ഗ്രഹാം തിരിച്ച് ഒരു മറുപടി പറഞ്ഞു. മറുപടി ഇതാണ്, മരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും, അത്രേ ഉള്ളൂ. ചോദ്യം നിർത്തി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രയർ ഗ്രൂപ്പിലെ ആളുകൾ അദ്ദേഹത്തോട് ആ ചോദ്യത്തെ കുറിച്ച് മറുപടി പ്രിന്റ് ചെയ്ത് വന്നു. ആ ഇന്റർവ്യൂ അവസാനത്തെ ചോദ്യത്തിന്റെ മറുപടി ഇതാണ്. അപ്പൊ ആ ഇന്റർവ്യൂ വായിച്ച അദ്ദേഹത്തിന്റെ പ്രയർ ടീമിലെ ആളുകളിൽ സമർത്ഥരായ ആളുകൾ ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞത്, മരിക്കാൻ നേരത്തെ കൃപയ്ക്ക് അങ്ങനെ ഒരു കൃപയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം വിശദീകരിച്ചത് ഇങ്ങനെയാണ്, ആദിമ നൂറ്റാണ്ടിലെ ദൈവമക്കളുടെ മുമ്പിൽ നേർക്ക് നേർ മരണം വരികയാണ്, നീചമായിട്ടാണ് കൊല്ലുന്നത്, ഇഞ്ചിഞ്ചായ. അപ്പോ ആ സമയത്ത് തള്ളിപ്പറഞ്ഞവർ ഉണ്ടായിരിക്കാം, പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 100-ൽ 99 ആളുകളും തള്ളിപ്പറയാതെ മരിച്ചു. ഇതുപോലത്തെ ക്രൂരമായ മരണം. സാധാരണ മനുഷ്യന് മരണഭയമുണ്ട്, പക്ഷെ ആ സമയത്ത് അവര് പ്രാർത്ഥിച്ചോ ഇല്ലെന്നറിയില്ല, അങ്ങനെ രക്തസാക്ഷികളാകാൻ വേണ്ടി യേശുവിന് വേണ്ടി നിൽക്കുന്ന ആളുകൾക്ക് ആ സമയത്ത് ദൈവം ഒരു അസാധാരണ കൃപ കൊടുക്കും. സ്തോത്രം. ഞാൻ നിങ്ങളോടും പറയാം, തരണം ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങൾ വരുമ്പോൾ നമ്മളിൽ അത് ഏശാതിരിക്കാൻ സർവശക്തൻ ഒരു അസാധാരണ കൃപ തരും. അതിനെക്കുറിച്ച് ഗ്രഹിക്കാൻ കഴിവുള്ള ആളുകളാണെങ്കിൽ ഞാനൊരു വാക്യം പറയുമ്പോൾ നിങ്ങൾ പിടികിട്ടും. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, തന്റെ ജീവിതത്തിൽ വന്ന ഒരു ശൂലം മാറിപ്പോകാൻ അദ്ദേഹം 3 വട്ടം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, സഹിച്ചോ, ഇതൊക്കെ സഹിച്ചെങ്കിലേ വരാൻ പറ്റുള്ളൂ നല്ല ദൈവം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ അതൊരു നൊമ്പരമായി മാറും. അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ എന്താണ് ആ മറുപടി ടോൺ പറഞ്ഞത്? ഇതാണ്, മോനെ, ശൂലം മാറില്ല, പക്ഷെ എന്റെ കൃപ നിനക്ക് തരാം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ചില വിഷയങ്ങൾക്ക് കൃപയെ പരിഹാരമുള്ളൂ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നീ സഹിച്ചോ എന്നല്ല എന്റെ അർത്ഥം. നിനക്ക് ഈ ശൂലം നിനക്ക് നേരെ വരുമ്പോൾ, നിന്റെ നേരെ ശൂലം സാത്താന്റെ ദൂതൻ ഉപയോഗിക്കുമ്പോൾ, നിനക്ക് അത് അനുഭവിക്കുമ്പോൾ അറിയുക പോലും ഇല്ലാതിരിപ്പാൻ, അനസ്തേഷ തന്നിട്ട് ഓപ്പറേഷൻ ചെയ്താൽ, ഡോക്ടർമാരും നഴ്സുമാരൊക്കെ സഭയെ കാണുമല്ലോ, ഓപ്പറേഷൻ തിയേറ്ററിൽ ജോലി ഒന്നും കാണുമല്ലോ, അനസ്തേഷ കൊടുത്തിട്ട് ഓപ്പറേഷൻ ചെയ്താൽ പേഷ്യന്റ് അറിയുന്നുണ്ടോ കീറി മുറിച്ചത്? അതുപോലെ അതാണ് കൃപ എന്ന് പറയുന്നത്. നിന്നെ കളിയാക്കിയാലും, നിന്നെ കുറ്റപ്പെടുത്തിയാലും, നിന്നെ കീറി മുറിക്കാൻ നോക്കിയാലും, ബ്ലേഡ് കൊണ്ട് വരയുന്നത് പോലെ മനസാക്ഷി വരയാൻ നോക്കിയാലും, നിനക്കത് ഫീൽ ചെയ്യാതിരിക്കണമെങ്കിൽ അതിനൊരു പ്രത്യേക കൃപയുണ്ട്. ഇന്ന് സ്വർഗം ചിലരോട് പറയുന്നു, ഈ പ്രാർത്ഥനയിൽ ആ കൃപ ഞാൻ നിനക്ക് തരാം. യേശുവിന്റെ നാമത്തിൽ നീ സഹിച്ച വേദനകൾക്കും, നീ ഏക്കുന്ന നിന്ദകൾക്കും, ഉത്തരം മുട്ടിച്ച ചോദ്യങ്ങൾക്കും, നീ നിൽക്കുന്നിടത്ത് നിന്നിടം കുഴിഞ്ഞു പോകുന്നത് പോലത്തെ ഭാരങ്ങൾക്കും, നിന്നു പൊറുക്കാൻ കഴിയാത്ത നിന്റെ അസ്വസ്ഥതകൾക്കും പരിഹാരമായി ആരോടൊക്കെയോ ദൈവം എന്റെ കൈപ്പിടിയിൽ പ്രസംഗം തന്നെ മാറുകയാ. കാരണം പരിശുദ്ധാത്മാവ് ഈ വിഷയത്തിൽ ഭയങ്കരമായിട്ട് ഇടപെടുന്നുണ്ട്. ആരോടൊക്കെയോ എന്റെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. സ്വർഗം പറയുന്നു, അസാധാരണ കൃപ എന്ന് പറഞ്ഞാൽ നീ അറിയില്ല കൃപ നിനക്ക് കിട്ടി. ആദിമ നൂറ്റാണ്ടിലെ രക്തസാക്ഷികൾ
ഇങ്ങനെ മരത്തിന്റെ തലപ്പത്ത് കാലുകൾ രണ്ട് മരത്തിൽ കെട്ടിയിട്ട് തല കീഴായി കിടക്കുമ്പോൾ ചോദിക്കുകയാണ്, യേശുവിനെ തള്ളി പറഞ്ഞിട്ട് ഇറങ്ങി വരണമെങ്കിൽ ഒരു നിമിഷം ഇറങ്ങി വരാം എന്ന് പറയുമ്പോൾ കർത്താവിനെ തള്ളി പറയില്ല, മരിച്ചാലും തള്ളി പറയില്ല എന്ന് അവര് പറയണമെങ്കിൽ കൃപ വേണം. അപ്പൊ തള്ളി പറയില്ല എന്ന് പറയുമ്പോൾ അത് അസാധാരണ കൃപ കൊണ്ട് അവരെ പൊതിഞ്ഞു കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ കൂട്ടിക്കെട്ടിയിരിക്കുന്ന വൃക്ഷത്തിന്റെ തലപ്പിന്റെ കയറ് ആദ്യം കട്ട് ചെയ്യും. കട്ട് ചെയ്യുന്ന വഴി വൃക്ഷം സ്പ്രിങ് ആക്ഷനിൽ അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക്, നിങ്ങൾക്കറിയാലോ, ഒരു മരം വലിച്ചു കെട്ടിയാൽ ആ കെട്ടഴിച്ചു വിടുമ്പോൾ ആ മരം അങ്ങോട്ട് എത്ര ശക്തിയോടെ പോകുന്നത്, അത്ര ഹോഴ്സ് പവറിൽ ഈ രണ്ട് മരങ്ങൾ പൂർവ്വസ്ഥാനത്തേക്ക് പോകുമ്പോൾ കർത്താവിനെ വിശ്വസിച്ച ഈ വിശ്വാസിയെ ഒരു കാൽ ഒരു മരത്തിലും മറ്റേ കാൽ ഒരു മരത്തിലുമായിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ രണ്ട് ഭാഗത്തെ തവളയെ കീറുന്ന പോലെ കീറിക്കൊണ്ടാ പോകുന്നത്. ഇത് റോമൻ ഭരണസാരഥികളുടെ സാഡിസ്റ്റായ അവരുടെ കണ്ടു നിൽക്കുന്നവർക്ക് ആനന്ദിക്കാൻ ഒത്തിരി പേരെ ഈ വിധത്തിൽ കൊന്നിട്ടുണ്ട്. തടി അറക്കുന്ന വാളുകൊണ്ട് അറുത്തു കൊന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് 1-ാം നൂറ്റാണ്ടിൽ പലരെയും വധിച്ചത്. എന്നിട്ടും സഭയെ തകർക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു സഭയ്ക്കകത്ത് നമുക്ക് വരാൻ കഴിഞ്ഞതോർത്ത് ഒരു സ്തോത്രം പറയാമോ? ആർക്കൊക്കെ ചരിത്രത്തിൽ തകർക്കാൻ കഴിയാത്ത ഒരു സഭയ്ക്കകത്ത്, ഒരു സംഘടനയ്ക്കകത്തല്ല നമ്മൾ വന്നത്. 2000 വർഷമായി ഇതിനെ തകർക്കാൻ വേണ്ടി ഇതുപോലെ പോരാടിയിട്ടും തകർക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ ഹൈലി പ്രൊട്ടക്ഷനുള്ള അസാധാരണ കൃപയുള്ള ഒരു സഭയ്ക്കകത്ത് എനിക്കും എന്റെ പിള്ളേർക്കും വരാൻ പറ്റിയില്ലോ. എന്റെ വീട്ടിൽ നിന്ന് ആർക്കിത് മനസ്സിലായില്ലെങ്കിലും ഞങ്ങൾക്കിത് വരാൻ പറ്റിയില്ലോ എന്ന് ഓർക്കുമ്പോൾ അതിന് ചുമ്മാ ഒരു സ്തോത്രം പറഞ്ഞാൽ പോരാ, നന്ദിയോടെ ദൈവത്തോട് പറയണം, അപ്പാ ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ലാത്ത കാലം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇത് ഭാഗ്യവശാൽ മനസ്സിലായതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെ 10 അപ്പോസ്തലന്മാർ, യൂദ പോയിട്ട് ബാക്കിയുള്ള 10 പേരും രക്തസാക്ഷികളായി. യോഹന്നാൻ മാത്രമാണ് രക്തസാക്ഷിയാകാതെ സ്വാഭാവിക മരണം മരിച്ചത്. വളരെ വയസ്സനായി, വൃദ്ധനായി സ്വാഭാവിക മരണം വരിപ്പാൻ ദൈവം അനുവദിച്ചത് യോഹന്നാൻ മാത്രമാണെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് യുക്തിവാദികളൊക്കെ ഒത്തിരി തർക്കങ്ങളാ അത് ചരിത്രത്തിൽ പറയുന്നുണ്ട്. കാരണം ദൈവത്തിന് മുഖപക്ഷം ഉള്ളത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ 10 പേരെ അങ്ങനെ വന്നിട്ട് ഇവനെ മാത്രം ചെയ്തപ്പോൾ ഒരു നീചമായി പോയില്ലേ? അതൊക്കെ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അതൊക്കെ ചുമ്മാ വെറുതെ ഇളക്കാൻ വേണ്ടി ആൾക്കാർ ചോദിക്കുന്നുള്ളൂ. നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും, ഞാനും കർത്താവിനെ സേവിച്ചതല്ലേ, എനിക്ക് മാത്രം ഇങ്ങനെ എന്നാ പറ്റിയത്? എന്റെ ദൈവമേ, എത്ര പ്രാവശ്യം നിങ്ങളിപ്പോ ഓർത്ത് നോക്കി, ഈ നിരീശ്വരവാദികളല്ല, നമ്മളും നിരീശ്വരവാദിയേക്കാൾ കഷ്ടമായിട്ട് പറഞ്ഞ കുറെ ഡയലോഗുകൾ ഞാൻ പറഞ്ഞു തരാം. അതിനെല്ലാം യുവാസ് ക്ഷമ ചോദിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു തന്ന സ്തോത്രം നിങ്ങൾ ഓർത്ത് നോക്കി. ചിലപ്പോൾ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഊറ്റം വിശ്വാസികളാ, എന്റെ പൊന്നു മാസയെ കള്ളും കുടിച്ച് തോന്നിയതുപോലെ ജീവിക്കുന്നവനൊന്നും ഒരു വിഷമവും ഇല്ല. അയ്യോ സ്തോത്രം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റവരൊക്കെ കഷ്ടമായി പോയില്ലേ? അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ അഭിമുഖിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വന്നേക്കാം. പക്ഷേ ഇതിന്റെയൊക്കെ പുറകിലെ രഹസ്യം എന്താണെന്നറിയാമോ? വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. പുതിയ നിയമം നമ്മളെ ഏറ്റവും അധികം പഠിപ്പിക്കുന്ന സത്യമുണ്ട്. അതിനകത്ത് പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ ഇല്ലായിരിക്കില്ല, പുതിയ നിയമത്തിൽ ഏറ്റവും വലിയൊരു വാക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് നിർണയം. ഗോഡ്സ് പർപ്പസ് എന്ന വാക്ക്, നിർണയം. ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് നിർണയമുണ്ട്. ഓരോ സഭയെ കുറിച്ചും നിർണയമുണ്ട്. ദൈവമാണ് സ്ഥാപിച്ചതെങ്കിൽ, ദൈവമാണ് നിങ്ങളെ കർത്താവിന്റെ വേല ചെയ്യാൻ വേണ്ടി വിളിച്ചിറക്കിയതെങ്കിൽ അതിനൊരു നിർണയമുണ്ട്. ഗോഡ്സ് പർപ്പസ്. ചുമ്മാ എല്ലാരും കാണിക്കുന്നുണ്ടോ ഞാനും കാണിച്ചുകൊണ്ടല്ല. നിങ്ങളുടെ ചാർച്ചക്കാര് കാത്തലിക്കോ ഓർത്തഡോക്സോ മാർത്തോമയോ ഹിന്ദുവോ ഏത് പശ്ചാത്തലമാകട്ടെ, ആ പശ്ചാത്തലത്തിൽ പൊത്തുപൊരുത്ത മതചടങ്ങുകൾക്ക് വിധേയപ്പെട്ട് സാമുദായിക പശ്ചാത്തലത്തിൽ ജീവിച്ചു വന്ന നമ്മളെ എന്റെ കർത്താവ് സത്യത്തിന് വേണ്ടി ഇറക്കിയപ്പോൾ ഒത്തിരി നിന്നേം പഴിയൊക്കെ നമ്മൾ കേട്ട് കാണും. അതൊരു ഭാഗം. മറുഭാഗം, നിങ്ങളെ മാത്രം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് വേർതിരിച്ചെടുത്തപ്പോൾ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമല്ല, ദൈവത്തിനൊരു പർപ്പസ് ഉണ്ടാവും. ഗോഡ്സ് പർപ്പസ്. അതുകൊണ്ടാണ് റോമലേഖനം 8-ാം അധ്യായത്തിലേക്ക് വായിക്കുന്നത്, നിർണയപ്രകാരം പിടിക്കപ്പെട്ടവർ. നിർണയം, എല്ലാവരെ കുറിച്ചും നിർണയമുണ്ട്. അതിന്റെ ഏറ്റവും നല്ലൊരു വാക്യം ഞാൻ റോമാലേഖനത്തിന് കാണിച്ചു തരാം. അത് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് വഴിതടച്ച് പറയാൻ അറിയില്ല. അതുകൊണ്ടാണ് ഒരു പ്രസംഗമൊക്കെ എടുത്താൽ തീരാത്തത്. ഞാൻ സ്തോത്രം 11-ാം അധ്യായം, റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിച്ച് കേൾപ്പിക്കാം. കേട്ടോ, 9-11 കേൾക്കുക. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്,
കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തെരഞ്ഞെടുപ്പിൻ പ്രകാരം ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം എന്ന് വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് അരുളി ചെയ്തു. അവിടെ ദൈവനിർണയം എന്നൊരു വാക്ക് വന്നു. ഞാനത് ഒരു ബോക്സ് കോളം വരച്ചിട്ടിരിക്കുക. ഞാൻ വരച്ചത് കൊണ്ട് നിങ്ങൾ വരയ്ക്കണമെന്നൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു അടിവര ഇടുവോ ഒരു വട്ടം വരച്ചിടുകയൊക്കെ ചെയ്തോ, അതിന് പ്രയോജനപ്പെടും. അപ്പൊ അവിടെ ഒരു വാക്ക് കണ്ടോ? ഇവിടുത്തെ വിഷയം ഇതാണ്. ഈ റോമാലേഖനത്തിലെ 3 അധ്യായം ഒരു പ്രത്യേക പാക്കേജാ. 9, 10, 11 റോമാലേഖനം എഴുതി വരുമ്പോൾ 9, 10, 11 റോമാലേഖനത്തിലെ ഒരു സ്പെഷ്യൽ പാക്കേജാണ്. എന്താണ് ആ പാക്കേജിന്റെ പ്രത്യേകത? പ്രത്യേകത ഇത്രയേ ഉള്ളൂ. സ്തോത്രം. യഹൂദന്മാർക്ക് ഏതെങ്കിലും വിധത്തിൽ രക്ഷയ്ക്ക് വഴിയുണ്ടോ എന്ന് പൗലോസ് അന്വേഷിക്കുക. അങ്ങനെ അന്വേഷിക്കാൻ കാരണം എന്താ? റോമാലേഖനം 8-ാം അധ്യായത്തിനകത്താണ് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഏത് പാപിക്കും, അതിന് ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും അവന് ലഭിക്കുന്ന അസാധാരണമായിരിക്കുന്ന അനുഗ്രഹത്തിന്റെ പട്ടിക റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിരത്തിയിരിക്കുക. 17 അസാധാരണ അനുഗ്രഹങ്ങളാണ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ഒരുവനിൽ വന്നു ചേരുന്നതിനെ കുറിച്ച് റോമാലേഖനം 8-ാം അധ്യായത്തിൽ മാത്രം എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ ഉപവാസത്തിനിടയിൽ എളിയ കർത്തദാസൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഹോംവർക്ക് തരിക. 8-ാം അധ്യായം ഇരുന്ന് വായിക്കണം. ഒരു കൊച്ചു പേനയും കൊണ്ട്. രണ്ടുപേരും കൂടി ഇരുന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ, ഭാര്യയും ഭർത്താവും കൂടി വായിക്കാൻ പറ്റും, രണ്ടുപേരും കൂടി ഇരുന്ന് വായിക്കണം. അങ്ങനെ വായിച്ചു വരുമ്പോൾ റോമാലേഖനം 8-ാം അധ്യായത്തിനകത്ത് 17 കൂട്ടം കാര്യങ്ങൾ വിശ്വാസത്തിലേക്ക് വരുന്നവന്, സ്തോത്രം, കർത്താവിനെ രക്ഷയിലേക്ക് വരുന്നവന് കിട്ടുന്നതിനെ കുറിച്ചിട്ട് 17 കൂട്ടം പ്രിവിലേജുകൾ എഴുതിയിട്ടുണ്ട്. ഞാനത് ക്ലൂ തരാം, അപ്പൊ നിങ്ങൾക്ക് ഇച്ചിരി ഇൻട്രസ്റ്റ് ആവും. 1-ാം വാക്യത്തിലേക്ക് നോക്കിയോ, ക്രിസ്തുവേശു ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ഒന്നാമത്തെ പ്രിവിലേജ് ഇതാണ്. യേശു ക്രിസ്തുവിലേക്ക് വന്നപ്പോ ശിക്ഷാവിധി മാറിപ്പോയി. അപ്പൊ അതൊരു കാര്യമാണ്. താഴേക്ക് വായിക്കുമ്പോൾ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. 2 റോമാലേഖനത്തിൽ 4 തരം സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. താഴേക്ക് വായിക്കുമ്പോൾ പിടി കിട്ടും. സ്വാതന്ത്ര്യം വരുത്തി യേശു ക്രിസ്തുവിലൂടെ വന്നു. പിന്നെ താഴേക്ക് വായിക്കുമ്പോൾ നമ്മുടെ സ്വഭാവം മാറി ആത്മസ്വഭാവമായി. പിന്നെ വായിക്കുമ്പോൾ ആത്മാവ് നമ്മളെ നടത്താൻ തുടങ്ങി. പിന്നെ വായിക്കുമ്പോൾ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മൾ മരിച്ചാൽ പോലും നമ്മളെ പുനരുദ്ധരിക്കാൻ വേണ്ടി ആത്മാവ് നമുക്ക് വേണ്ടി സന്നദ്ധരാകാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ 3 പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ 13 കണ്ടുപിടിച്ചാൽ മതി. സ്തോത്രം. അപ്പോ അതിനി ബാക്കി അങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്യും. അപ്പൊ അത്രയും കാര്യങ്ങൾ ഒരു രൂപ മുടക്കാതെ, ഒരു കർമ്മവും ചെയ്യാതെ സ്വർഗത്തിലെ ദൈവം യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ താല്പര്യം കാണിച്ചവർക്ക് വേണ്ടി എല്ലാം കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് പൗലോസിന് കിട്ടിയ വെളിപ്പാടാണ്. അതോടെ എഴുതിക്കുന്നത് നമ്മൾ വായിക്കുന്നില്ലേ? സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായത്തിനകത്ത് താഴേക്ക് വരുമ്പോഴത്തേക്ക് എഴുതിയിരിക്കുന്നു, സ്തോത്രം, ദൈവം നമുക്ക് അനുകൂല പ്രതികൂല 32-ാമത്തെ വാക്യം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? അപ്പൊ ചോദ്യം എന്താ? യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവൻ എല്ലാം കൊടുക്കാൻ ദൈവം തയ്യാറായിരിക്കും. നമ്മളെ തങ്കക്കട്ടിയാണ് പൊന്നും കൂടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന പിള്ളേർക്കും നമ്മൾ എല്ലാം ഒന്നും കൊടുക്കുകയാണ്. എത്രയോ കുടുംബത്തിലെ വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അത് പറയും, സ്തോത്രം, വിൽപത്രം എഴുതി പറയും, ഞങ്ങളുടെ കാലശേഷം ഇത് ഇളയവൻ എടുക്കാം എന്ന് എഴുതി വെക്കുള്ളൂ. കാരണം എന്താ? കാരണം ഇറക്കി വിടില്ലെന്ന് അവർക്കും പേടിയാ. അതിന്റെ പേരിൽ എല്ലാം ഒന്നും കൊടുക്കുകയല്ല, ഞങ്ങൾ ചത്തിട്ട് വേണമെങ്കിൽ എടുത്തു. അതാ എന്റെ അർത്ഥം. പക്ഷെ സ്വർഗത്തിലെ അപ്പം എഴുതി വെച്ചിരിക്കുന്നു, എന്റെ പുത്രനായ ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റു പറഞ്ഞാൽ ഈ പുത്രനെ കൊടുത്ത ഈ ദൈവം യേശുവിനോടുകൂടെ ഇവർക്ക് സകലം കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു. അത്രയും മനസ്സുള്ളൊരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കുക, എന്നിട്ട് എന്നെ ഭാഷ ഞങ്ങൾക്ക് കിട്ടാത്തത്? അതിന്റെ ഉത്തരം നമ്മൾ ഉപവാസ പ്രാർത്ഥന കണ്ടെത്തേണ്ടത്. സകലവും തരാൻ മനസ്സുള്ളൊരു അപ്പനുണ്ടെന്ന് നിങ്ങൾ എല്ലാവരും മാറി മാറി പ്രസംഗിക്കും. ഞങ്ങൾക്ക് സകലതൊന്നും വേണ്ട, ഇന്ന് ജീവിക്കാനുള്ളത് ചോദിച്ചാൽ തരുന്നില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം. അതിന് പരിഹാരം നമ്മൾ കണ്ടെത്തണം. കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ പഠിക്കണം ഇതിനകത്ത് നിന്ന്. സ്തോത്രം. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോ 17 കൂട്ടം കാര്യങ്ങൾ ദൈവമില്ലാതെ നടന്ന പാർട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നു എന്നുള്ള വെളിപ്പാട് കിട്ടിയപ്പോൾ പൗലോസിന് നെഞ്ചുവേദന ഉണ്ടായി.
ചെസ്റ്റ് പെയിൻ അറ്റാക്കിന്റെ ലക്ഷണമാണ്. വെറുതെ പറഞ്ഞതല്ല, പൗലോസ് പറഞ്ഞതാ. എവിടെ എഴുതിയിരിക്കുന്നത്? 9-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങൾ. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് പോഷ്കല്ല, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവും ഉണ്ട്. നോവെന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? പഴയ മലയാളം. നോവെന്ന് പറഞ്ഞാൽ വേദന എന്നല്ലേ പാസ്റ്ററെ? വേദന തന്നെയല്ലേ നോവ്? അപ്പൊ നോക്കി, അപ്പൊ അങ്ങനെയാണെങ്കിൽ പിള്ളേർക്ക് മനസ്സിലാവുന്ന ഭാഷ പറയാം. പൗലോസ് പറയുന്നത് എനിക്ക് ദുഃഖം മാത്രമല്ല, ഇടവിടാതെ ഇടയ്ക്കിടയ്ക്ക് ഹൃദയത്തിനകത്ത് വേദന വരുന്നു. അതൊരു അറ്റാക്കിന്റെ ലക്ഷണമല്ലേ? ആ പൗലോസിനോട് ചോദിക്കും, ഇയാൾക്ക് ഈ റോമാകലം എഴുതിക്കൊണ്ട് നെഞ്ചുവേദന എന്തുകൊണ്ടുണ്ടാകും? ഇടയ്ക്കിടയ്ക്ക് നെഞ്ചത്ത് വേദന വരാൻ കാരണം എന്താ? കാരണം എത്ര ഉള്ളൂ? പുള്ളി ചിന്തിച്ചു, എന്റെ ദൈവമേ, എന്റെ ചാർച്ചക്കാരായ എന്റെ കുടുംബക്കാർ യഹൂദന്മാർ, അവരെ കുറിച്ച് എഴുതിയിരിക്കുന്ന അവർക്കാണ് മുഴുവൻ ഓർത്തിരുന്നത്. അവര് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾക്ക്, അവർക്ക് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, 9:4. അവർ ഇസ്രായേലിയർ, പുത്രത്വം, തേജസ്, നിയമങ്ങള്, ന്യായപ്രമാണം, ആരാധന, വാഗ്ദത്തം, ഇതെല്ലാം അവർക്കുള്ള, പിതാക്കന്മാർ അവർക്കുള്ളവർ. അപ്പൊ അവര് പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഞങ്ങളുടെയാണ് ദൈവം, ഞങ്ങളുടെയാണ് പള്ളി, ഞങ്ങളുടെയാണ് പ്രമാണം, ഞങ്ങളുടെയാണ് വാഗ്ദത്തം, ഞങ്ങളുടെയാണ് വേദപുസ്തകം എന്നാണ് അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പൊ പൗലോസിന് വെളിപ്പെട്ടിരിക്കുന്നു, ഇതൊക്കെ ശരിയാണെങ്കിലും തമ്പുരാൻ നയം മാറ്റിയിരിക്കുന്നു. യഹൂദനെ നിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോ കയറി വന്ന സഭയ്ക്ക് ദൈവം എല്ലാം എഴുതി കൊടുക്കാൻ വേണ്ടി മുദ്രപ്പേപ്പർ മേടിച്ചു വെച്ചിരിക്കുക. അപ്പൊ മറ്റവര് പറഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങളുടെയാ പള്ളി, ഞങ്ങളുടെയാ ദൈവം, ഞങ്ങളുടെയാണ് പെരുന്നാള്, ഞങ്ങളുടെയാ വാവ്, ഞങ്ങളുടെയാ ശബത്ത് എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ദൈവം സ്വത്രം നിയമം മാറ്റി ദൈവം പറയുന്നു ഇതെല്ലാം കുഞ്ഞാടിന്റെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടത് കൊടുക്കാൻ വേണ്ടി സകലതും അവനോടുകൂടെ അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. പൗലോസിന് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സ്വത്രം യഹൂദനെ ഓർക്കുമ്പോൾ, ഇത്ര യഹൂദന്റെ ചട്ടക്കൂടുകൾ മുഴുവൻ പഠിച്ചവനല്ലേ പൗലോസ്? യഹൂദനെ ഓർക്കുമ്പോൾ പൗലോസിന് എന്റെ ദൈവമേ, ഇതെല്ലാം കൂടി ഇപ്പൊ കയറി വന്ന പുത്തൻകൂറ്റുകാർക്ക് കൊടുത്താൽ യഹൂദന് എന്തുകൊണ്ട്, അബ്രഹാമിന്റെ പിള്ളേർക്ക് എന്തുകൊണ്ട് എന്ന ചിന്ത ആശങ്കയിലായി. അപ്പോൾ അദ്ദേഹം ഒരു റിസർച്ച് നടത്തി. വേദപുസ്തകത്തിന്റെ പഴയ നിയമ പ്രവാചക ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും യേശുക്രിസ്തു പറഞ്ഞതിനകത്തെല്ലാം റിസർച്ച് നടത്തി. യഹൂദൻ ഏതെങ്കിലും വിധത്തിൽ രക്ഷ കിട്ടുമോ എന്ന അന്വേഷണത്തിന്റെ മറുപടിയാണ് റോമാലേഖനം 9, 10, 11 അധ്യായങ്ങൾ. ആ അധ്യായങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? 24 കൊട്ടേഷനുകളാണ് അദ്ദേഹം പഴയ നിയമത്തിൽ നിന്ന് കണ്ടെത്തിയത്. നിങ്ങൾ നോക്കിയേ, എല്ലാം മലയാളം ബൈബിളാണ് കയ്യിരിക്കുന്നെങ്കിൽ എല്ലാം ഇൻവെർട്ടഡ് കോമയ്ക്കകത്താണ് 24 വാക്കുകൾ, 24 സ്റ്റേറ്റ്മെന്റുകൾ പൗലോസ് കൊണ്ടുവന്നിരിക്കുന്നത്. എവിടേക്ക്? 7-ാം വാക്യത്തിലേക്ക് നോക്കിയ കൊട്ടേഷൻ അല്ലേ? ഇസ്ഹാക്കിൽ നിന്ന് ജനിച്ചവൻ. 9-ാം വാക്യത്തിലേക്ക് നോക്കിയേ, കൊട്ടേഷൻ അല്ലേ? ഈ സമയത്ത് 12-ാം വാക്യത്തിലേക്ക് നോക്കിയേ, മൂത്തവൻ ഇളവനെ സേവിക്കും. 11-ലേക്ക് നോക്കി, അതൊക്കെ കൊട്ടേഷൻ അല്ലേ? ഇൻവെർട്ടഡ് കോമ കാണുന്നുണ്ടോ? തലയെങ്കിലും നാട്ട് സ്തോത്രം കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നോക്കിയേ, അങ്ങനെ നിങ്ങൾ എണ്ണണം. റോട്ട് എണ്ണുമ്പോൾ 10-ാം അധ്യായത്തിൽ മുഴുവൻ കൊട്ടേഷനാ. ഒന്ന് മറച്ചു നോക്കിയേ, മുഴുവൻ ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത. 11-ാം അധ്യായത്തിൽ മുക്കാപ്പങ്കും ഇൻവെർട്ടഡ് കോമയ്ക്ക. 24 കൊട്ടേഷനുകൾ പഴയ നിയമത്തിൽ നിന്ന് കണ്ടെത്തി യഹൂദനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്താണത്? മറ്റൊന്നുമല്ല, ദൈവത്തിന് യഹൂദനെ മറക്കാൻ കഴിയില്ല. വേറൊരു പദ്ധതി യഹൂദന് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ബ്രാക്കറ്റ് പീരീഡിൽ സഭ സംജാതമാകുകയാണ്. അങ്ങനെ പൗലോസ് നെഞ്ചുവേദന മാറി ശാന്തനായി. അതിന് കണ്ടെത്തിയതാണ് 3 അധ്യായങ്ങൾ. ഈ 3 അധ്യായത്തിൽ പൗലോസ് നമ്മൾ പറഞ്ഞു വന്ന നിർണയത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്. കാര്യം ഇതാണ്, അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? സ്തോത്രം, ഇസഹാക്കിന് റിബേക്കയിൽ മക്കൾ ജനിക്കുകയാണ്. സ്തോത്രം, ടിൻസ് ആണ് കുഞ്ഞുങ്ങൾ. നാളുകളായിട്ട് മക്കളില്ലാതിരുന്നതാണ്. ഇസഹാക്ക് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് തലമുറ ജനിക്കാൻ പോകുന്നു. നോക്കിയപ്പോൾ ഇരട്ടക്കുട്ടികളാ. ചരിത്രത്തിൽ ആദ്യമായിട്ട് ടിൻസ് ജനിക്കാൻ പോവുക. അതിന് മുമ്പ് ജനിച്ചതായിട്ട് അറിവില്ല. അപ്പോ ആദ്യമൊക്കെ ശത്രു തടഞ്ഞെങ്കിലും പിന്നെ ഇസഹാക്ക് പ്രാർത്ഥിച്ച് ഒരു നന്മ വരുമോ, അത് ഡബിൾ ആക്ഷനാ, ഇരട്ടി ശക്തിയാ. സ്തോത്രം, ഭയങ്കര ശക്തിയാ. ഇത് വേറെ ആരും, ഈ ഉപദേശിമാരെ ഞാൻ പറയുന്നത് കളിയാക്കി പറയുന്നത് വിചാരിക്കരുത്. നമ്മൾ തന്നെ പ്രാർത്ഥിച്ച് നേടിയാലുണ്ടല്ലോ അതിനൊരു ഡബിൾ പവർ കാണും. നമ്മള് പിണങ്ങരുത്. നമ്മൾ 500 രൂപ അയച്ചു കൊടുത്തിട്ട്, പാസ്റ്ററെ കൊച്ചു കല്യാണം കഴിച്ചിട്ട് 5 വർഷമായി, ഇതുവരെ മക്കളില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മക്കൾ ഉണ്ടാവുമായിരിക്കും. നിങ്ങൾ കൈ ഓർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു നോക്ക്, കിട്ടുന്നത് ഭയങ്കര പവറായിരിക്കും. നമ്മുടെ പ്രാർത്ഥനയോടത്തോളം ശക്തി വേറെ ആരുടെയും പ്രാർത്ഥനയ്ക്ക് ഇല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ
എന്നേക്കാൾ നല്ലൊരു കക്ഷി വേറെയില്ല. എന്റെ മക്കൾക്ക് വേണ്ടി എന്നെ പോലെ കരഞ്ഞു പ്രാർത്ഥിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂ? നമ്മൾ അതൊക്കെ എന്തുകൊണ്ടാണ് മറന്നു പോകുന്നത്? നമ്മളത് സമയം കണ്ടെത്തണം. ഞാനൊന്ന് കരഞ്ഞാൽ ഞാൻ അതുപോലെ ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ദൈവത്തിന്റെ ആളായി നിൽക്കണം. എന്നിട്ട് ഞാൻ കൂടുതൽ തലയും കുത്തി കിടന്ന് മറിയൊന്നും വേണ്ട. ദൈവത്തോടൊരു വാക്ക് പറഞ്ഞാൽ മതി. ദൈവത്തോട് സമയം പോകുന്നു, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ എത്രയോ എക്സാമ്പിൾ ഇരിക്കുന്നുണ്ടെന്ന് അറിയാം. ഇത്ര എക്സാമ്പിൾ ഞാൻ ഓർക്കുന്നുണ്ട്. ആശാര്യോപദേശിയുടെ പുസ്തകത്തിൽ വായിച്ച് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞൊരു സംഭവം. പണ്ടത്തെ ഒരു മനുഷ്യനായിരുന്നു, നിങ്ങൾക്ക് പറഞ്ഞു പറയായിരുന്നു. ഈ തലമുറയിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ ആശാര്യോപദേശി, ഒത്തിരി കഷ്ടം സഹിച്ച മനുഷ്യനാണ്. ഒരു എന്താ പറയാ, തീവ്രവാദ പ്രസംഗിയനായിരുന്നു. അദ്ദേഹത്തിന് മൂത്ത മോളുടെ കല്യാണം കുറ്റിച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് തിരുവനന്തപുരം ജില്ലയിൽ നടക്കും. അപ്പൊ അന്ന് ഇതുപോലെ ഓഡിറ്റോറിയം ഒന്നുമില്ല, ഓല കെട്ടി ഷെഡ് ഉണ്ടാക്കിയിരിക്കുക, ഒറ്റക്കീർ ഓലയാണ് ഒരു ഇതിനു വേണ്ടി. കല്യാണ ഹോളിൽ നടന്നുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കാലങ്ങളിൽ ഒത്തിരി ബന്ധങ്ങൾ, ഒരുപാട് പേര് വന്നിരിക്കുന്നു. അപ്പോ സദ്യയാണ്, തിരുവനന്തപുരത്തല്ലേ, 3 കൂട്ടം പായസവും കൂട്ടിയുള്ള സദ്യയാണ് കല്യാണത്തിന്. അപ്പൊ ഈ ഓലക്കീറിന്റെ കീഴെ എല്ലാം തയ്യാറാക്കി ആളുകളെ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇരുന്ന് കഴിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം ചെയ്തു വെച്ചിരിക്കുക. കല്യാണം ചർച്ച് ഹോളിൽ നടന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് നോക്കി നിൽക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു മഴക്കാറും മഴയെല്ലാം കൂടി കയറി വരിക. അപ്പോ അദ്ദേഹം പ്രസംഗിച്ചതാണ്. തിരുവനന്തപുരത്തായതുകൊണ്ടും ദേഹണ്ണത്തിനും സദ്യക്കും വേണ്ടി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അവിടുത്തെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം നടക്കുമ്പോൾ അവിടെ 10,000-കണക്കിന് ആളുകൾക്ക് സദ്യ കൊടുക്കുന്ന ആളെ കൊണ്ടാണ് ഇവിടെയും അദ്ദേഹം പ്രമാദമായ ഒരു സദ്യ ആയിരിക്കാൻ സദ്യ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഉപദേശിയാരെ, പുള്ളി ആശാര്യോപദേശി ഇറങ്ങി വന്ന് മഴക്കാറ് കണ്ടുകൊണ്ട്. അപ്പൊ ഇദ്ദേഹം നമ്പൂതിരിപ്പാടാണ് അന്നത്തെ ദേഹണ്ണം നടത്തുന്നത്. അദ്ദേഹം വന്ന ഒരു ഭയങ്കര മഴ വരുന്നു, മഴ പെയ്ത് കഴിഞ്ഞ് അദ്ദേഹം ഒളിച്ചു ഇതായി പോകും, ആകപ്പാട് എന്റെ പേരിൽ എന്തോ ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ നമ്പൂതിരിപ്പാട് പറഞ്ഞു, ഞങ്ങൾ പോയ പല സ്ഥലത്തും ഇതുപോലത്തെ മഴ പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു നാളികേരം, അവിടുത്തെ ഒരു ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞു, അവിടേക്ക് കൊടുക്കാന്ന് അങ്ങ് കയ്യിൽ പിടിച്ചൊരു നേർച്ച തന്ന ചോദ്യം ഞാൻ കൊണ്ട് കൊടുത്തോളാം, മഴ മാറിക്കോളൂ എന്ന് പറഞ്ഞു. ഏതും പോലത്തെ ആശാര്യോപദേശം. അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടാണ്. അദ്ദേഹം പറഞ്ഞു, നമ്പൂരിപ്പാട് പായസത്തിനെ സാമ്പാറിനെയും കാര്യം നോക്കിയാൽ മതി, മഴയുടെ കാര്യം ഞാൻ നോക്കിയോളാം. എന്നിട്ട് ആശാര്യോപദേശി എന്ത് ചെയ്യുന്നറിയാമോ? ഈ നമ്പൂരിയുടെ ഒരു തീപ്പെട്ടി മേടിച്ചിട്ട് ഹോളിൽ കല്യാണം നടക്കുക, തീർന്നില്ല, ഹോളിന്റെ പുറകിൽ പോയി നിന്നിട്ട് തീപ്പെട്ടിയുടെ അകത്തുനിന്ന് ഒരു കൊള്ളി എടുത്തിട്ട് ആകാശത്തിലേക്ക് നോക്കിയിട്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എന്റെ മോളുടെ കല്യാണം നടക്കുന്നത്. നമ്പൂരിപ്പാട് പറഞ്ഞു, തേങ്ങ മറ്റോടത്ത് കൊടുത്തു കഴിഞ്ഞാൽ മഴ മാറ്റി തരാമെന്ന്. ഞാൻ ഇത്രയും നാളും, ദൈവം കേട്ടല്ലോ, ഞാൻ ഇത്രയും നാളും പ്രസംഗിച്ചതും അങ്ങേരോട് പറഞ്ഞതും മഴയുടെ കാര്യം ഞാൻ ഏറ്റോളാന്നാ. അദ്ദേഹം പറഞ്ഞു, എന്റെ മോളുടെ കല്യാണം തീർന്ന് സദ്യ കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന ആൾക്കാർ വീട്ടിലെത്തുന്നതിനേക്കാൾ മുമ്പ് ഒരു തുള്ളി മഴ പെയ്താൽ ഈ പന്തലും ഈ ആഹാരം മുഴുവൻ ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും. അത് ചെയ്യാതിരിക്കണമെങ്കിൽ ദൈവം മഴ മാറ്റി തരണം എന്ന് പറഞ്ഞു. പുള്ളിയുടെ ഭാഷയല്ലേ, പുള്ളി പറയുന്നു, ഇത് പറഞ്ഞ വഴി ദൈവം പേടിച്ചു പോയി, മഴ മാറിപ്പോയി, കല്യാണം കഴിഞ്ഞു 2 ദിവസത്തേക്ക് മഴ പെയ്തില്ല. എന്നിട്ട് ബാക്കി അദ്ദേഹം പറയാണ്, അവിടെയാണ് കരയിപ്പിച്ച് കളഞ്ഞേ. എന്താണെന്നറിയാമോ? ഞാനത് പറയാൻ കാരണം എന്റെ മൂത്ത മോളാ ആശാരി വിഭാഗത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടത് കൊണ്ട് തന്നെ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ നാട്ടുകാരും വീട്ടുകാരും നാട്ടിൽ നിന്ന് ഓടിച്ചു കളഞ്ഞിരിക്കുക. എന്റെ ഭാര്യ ഗർഭിണിയായ സമയത്ത് നാട് വിട്ടുപോയി തൃശ്ശൂർ ഒരു സ്ഥലത്ത് പോയിട്ട് ഒളിച്ചു പാർക്കും പോലെ പാർക്കുക. അപ്പോഴും പുള്ളി സുവിശേഷ പ്രവർത്തനം വേണ്ടി പോവാ. ഒരു കൊച്ചു വീട് ഒരു മാപ്പിള കൊടുത്തു, അദ്ദേഹത്തിന്റെ ഭാഷയാ, അവിടെ താമസിക്കുക. അപ്പോഴാണ്, അന്ന് ഫോണും വാട്സാപ്പും മൊബൈലും ഒന്നുമില്ല. അപ്പോഴാണ് ഒരു ഇല്ലന്റിനകത്തൊരു കത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം കൊട്ടാരക്കരയ്ക്ക് അപ്പുറം കാണാൻ പ്രസംഗിച്ച സമയത്ത് രക്ഷിക്കപ്പെട്ട ഒരു കുടുംബം, ഇതുപോലെ ഹിന്ദു മാർഗത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു കുടുംബം പുനലൂരുണ്ട്. അവര് രക്ഷിക്കപ്പെട്ടുകൊണ്ട് വീട്ടുകാർ ഒറ്റപ്പെടുത്തി. ഇവർക്ക് ജീവിക്കാൻ പറ്റാത്ത നിർവാഹമില്ലാതെയായി പോയി. അങ്ങയുടെ അഡ്രസ്സ് എവിടെന്നോ തപ്പിക്കിട്ടി, കെയർ ഓഫ് വെച്ചാണ് അഡ്രസ്. ഈ കത്ത് കിട്ടി 7 ദിവസത്തിനുള്ളിൽ അങ്ങ് ഞങ്ങളുടെ അടുക്ക വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ 7 പേര് ആത്മഹത്യ ചെയ്യും എന്നും പറഞ്ഞൊരു കത്ത് കിട്ടി. ഈ മോളെ, കല്യാണം നടക്കുന്ന മോളെ പൂർണ്ണ ഗർഭിണിയായി, ഭാര്യ വീട്ടിനകത്താണ്.
അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു, ഞാൻ പോവാ, കാരണം 7 പേര് ആത്മഹത്യ ചെയ്യുക, എന്റെ ഭാര്യ തനിച്ചുള്ളൂ. ഭാര്യ അടുക്ക് ചെന്ന് പറഞ്ഞു, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതാ, അവർ മരിച്ചു കഴിഞ്ഞാൽ ആത്മാക്കൾക്ക് കണക്ക് പറയേണ്ടി വരും, ഞാൻ അറിഞ്ഞുപോയി, അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഞാൻ ചെല്ലണം, അതിന്റെ പേര് പോവാന്ന് പറഞ്ഞു. എന്താ പറയുക, യാത്രാ സൗകര്യം ഇല്ല. അവർ കാല് പിടിച്ച് കരഞ്ഞു, പോകല്ലേ, ഞാൻ പൂർണ്ണ ഗർഭിണിയാ, ഒറ്റപ്പെട്ട നാട്, ആരും അറിയില്ല. അദ്ദേഹം പറഞ്ഞു, നിന്നെ ദൈവം ദൂതനെ വിട്ട് കാത്തോളൂ, ഞാൻ വരുന്നവരെ നിനക്കൊന്നും പറ്റിയല്ല, അല്ലെങ്കിൽ ദൈവം എന്തെന്ന് ചെയ്തോളൂ എന്നും പറഞ്ഞാലും ട്രെയിനിൽ കയറി. പക്ഷെ ട്രെയിനിൽ കേട്ട അയക്ക് സ്വസ്ഥതയില്ല. ട്രെയിനിൽ കയറുന്ന മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. ഇന്നത്തെ വണ്ടിയല്ല, കൽക്കരി വണ്ടിയല്ല, സമയം എടുക്കും. അങ്ങനെ കൊല്ലത്ത് വന്ന് ഇറങ്ങി അവിടെ തപ്പി പിടിച്ച് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ അവിടെ വലിയ പ്രശ്നമാണ്. അയാൾ ഉപവാസം ഇരിക്കും അവരുടെ കൂടെ. അദ്ദേഹം പ്രസംഗിച്ചാണേ, പ്രാർത്ഥനയ്ക്കിരുന്നു. വീടിനെ ഒരർത്ഥത്തിൽ ഓർക്കുന്നുണ്ട്, പക്ഷെ ഇവരുടെ വിഷയത്തിൽ വിടുതൽ ഉണ്ടാകണം. 40 ദിവസം അവരുടെ കൂടെ അദ്ദേഹം ഉപവാസം ഇരുന്നു. 40 ദിവസത്തിനുള്ളിൽ അവരുടെ വിഷയത്തിന് പരിഹാരമായിട്ട് 41-ാം ദിവസം അവിടെ നിന്ന് തിരിച്ചു വണ്ടി കയറി ഇവിടെ എത്തുക. അപ്പൊ ഒരു 10-45 ദിവസം പിടിച്ചു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭാര്യ പ്രസവിച്ചു. ഈ മോളെ പ്രസവിക്കുന്ന അന്ന് വൈകുന്നേരം തൃശ്ശൂർ ഉള്ള ഒരമ്മയെ ദൈവം തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, ഇന്ന വീട്ടിൽ എന്റെ മകള് പ്രസവവേദന കൊണ്ട് ഞരങ്ങുക, നീ ചെല്ലാൻ പറഞ്ഞു. ആ തള്ള രാത്രി 10 മണി കഴിഞ്ഞപ്പോൾ ചൂട്ട് കെട്ടി അവിടെ ചെല്ലുമ്പോ ആരാന്നറിയില്ല, പ്രസവവേദന എടുക്കുക. ആ അമ്മയാണ് വൈറ്റാട്ടിയായി കൂടെ നിന്ന് പ്രസവം എടുത്തത്. ആ മോളാണ്, നിങ്ങൾ മനസ്സിലാവുന്നോ, ആ മോളുടെ കല്യാണം നടക്കുന്നത്. ഞാൻ അന്ന് അത് കേട്ട് എത്ര ദിവസം കരഞ്ഞെന്ന് എനിക്കറിയില്ല. കാരണം ആ മനുഷ്യന് അത് പറയാനുള്ള പ്രാഗൽഭ്യമുണ്ട്. നമ്മൾ തീപ്പെട്ടി കാണിച്ചാൽ നമ്മുടെ തലയിലേക്ക് കർത്താവ് പോകുമ്പോഴും, കാരണം ഞാൻ പറയണ്ടല്ലോ, ചയക്ക് തീപ്പെട്ടി കാണിക്കാനുള്ള പ്രാഗൽഭ്യമുണ്ട്, അവകാശമുണ്ട്. കാരണം എന്താ, ഈ കുഞ്ഞിനെ കളഞ്ഞിട്ട് അയാൾ 7 ആത്മാക്കൾക്ക് വേണ്ടി പോയെ. ആ മോളുടെ കല്യാണത്തിന് മഴ പെയ്ത് ഞങ്ങളെ നാണം കെടുത്തിയാൽ ഞാൻ ഇതിന് തീയിടും, ഈ ആഹാരം ഞങ്ങൾ ആരും കഴിക്കുകയല്ല എന്ന് പറഞ്ഞപ്പോൾ മഴ മാറി. ഈ പ്രാർത്ഥനയ്ക്കൊക്കെ ഏറ്റവും വലുത് എന്താണെന്നറിയാമോ? പ്രാഗൽഭ്യം എന്ന് പറഞ്ഞൊരു വാക്യമുണ്ട് ബൈബിളിൽ. അതാ വേണ്ടത്. നമുക്ക് 25 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ, നമ്മള് വെള്ളം കുടിച്ച കൂട്ടത്തിൽ ഒരു ജീരകത്ത് പോയോ, ഇതൊന്നും ദൈവം നോക്കിയല്ല. ദൈവം നോക്കുന്നത് നമുക്ക് ദൈവത്തിൽ നിൽക്കാൻ പ്രാഗൽഭ്യം ഉണ്ടോ, നീ ദൈവത്തിങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, നിന്റെ കണ്ണുനീര്, നിന്റെ ത്യാഗം, നീ വീട്ടിൽ നിന്ന് സഹിച്ച നിന്ന, യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ സഹിച്ച നൊമ്പരം, അപമാനം, ഇതെല്ലാം തിരുസന്നിധിയിൽ ഇൻവെസ്റ്റ്മെന്റ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, സ്തോത്രം. അവരുടെ മുഖപക്ഷ അല്ലാതെ അവരുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകതയുണ്ട്. അവരുടെ കണ്ണുനീരിന് എല്ലാവരുടെയും കണ്ണീരിന്റെ വിലയല്ല ദൈവസന്നിധി. ഉഴപ്പാതെ, നമ്മുടെ ജീവിതം കൊണ്ട് അലമ്പാക്കി കളയാതെ ഈ മാർഗത്തിൽ നേരോടെ നിന്നാൽ ഇതിന്റെ പുറകിലെ ശക്തിയെ പിടിച്ചു കെട്ടാൻ ലോകത്തൊരു ശക്തിക്ക് കഴിയില്ല. ദൈവത്തിന്റെ ആത്മാവ്, എനിക്കറിയാം, ഇന്ന് പ്രസംഗിക്കുന്ന ഒന്നും ഓർഡറിലല്ല, എവിടെയൊക്കെയോ കയറി ഇറങ്ങുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാനല്ല കുറ്റക്കാരൻ. കാരണം നിങ്ങളോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിൽ ദൈവാത്മാവ് ഇടപെടുകയാണ്. കർത്താവ് പറയുന്നു, പ്രാഗൽഭ്യമുള്ള പലരും ഉണ്ട്, നിങ്ങൾ ശങ്കിക്കരുത്. ദൈവസന്നിധി നിൽക്കാനുള്ള പ്രാഗൽഭ്യം, ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ആദ്യ ഫലം. കേരളം വിട്ട് എവിടെയെങ്കിലും പഠിക്കാൻ പോയപ്പോ റൂംമേറ്റ് യേശുവിനെ കുറിച്ച് പറഞ്ഞു, ഒന്ന് വീട്ടിൽ അറിഞ്ഞാൽ തല പോവും, തല്ലിക്കൊല്ലും. എന്നിട്ടും അപ്പനറിയാതെ, ആങ്ങളെ അറിയാതെ യേശുവിനെ സ്നേഹിച്ചവരും കർത്താവിന് വേണ്ടി നിന്നവരും സ്നാനപ്പെട്ടവരൊക്കെ കാണും. അവരോട് ഞാൻ പറയാം, നിങ്ങളുടെ പ്രാഗൽഭ്യത്തെ നിങ്ങൾ പൊടിതട്ടിയെടുക്കണം. ഞാൻ മറ്റൊരാളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രാഗൽഭ്യം ദൈവസന്നിധിയിൽ ചെലവാക്കണം. മടിയരാകരുത്, അലസരാകരുത്. പറയണം, പോരായ്മ എവിടെയെങ്കിലും വന്നു കാണാം, ദൈവത്തോട് പറഞ്ഞാൽ തീർക്കാനുള്ളൂ. ദൈവം അത്ര പൂർണ്ണമൊന്നുമല്ല. പക്ഷെ ഞാൻ ഇന്നേക്ക് 20 കൊല്ലം മുമ്പ്, 15 കൊല്ലം മുമ്പ് ദൈവത്തിന് വേണ്ടി വന്നപ്പോൾ ആ ഒരു നിലവാരത്തിൽ നിന്നതിന്റെ ഭാരം, അതിന്റെ അന്ന് സഹിച്ചതെല്ലാം ദൈവം സ്വർഗത്തിൽ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടതുപോലെ ഇട്ടുവെച്ചിട്ടുണ്ട്. അതറിയാതെ നമ്മളിൽ പലരും ആശങ്കപ്പെടുന്നത്, കരയുന്നത്, നൊമ്പരപ്പെടുന്നത്. കർത്താവ് പറയുന്നു, പ്രാഗൽഭ്യമുള്ള ചിലരെ ഈ പ്രാർത്ഥനയിൽ ദൈവം എഴുന്നേൽപ്പിക്കുക.
നിന്റെ പ്രാർത്ഥനയ്ക്ക് അസാധാരണ ശക്തി ദൈവം പകരുക. ഒറ്റപ്പെട്ടവർ എന്നെ കേൾക്കുന്നു, ഒരുപാട് കഷ്ടം സഹിച്ചവർ കേൾക്കുന്നു. അവർക്ക് വേണ്ടി ദൈവം ഇടപെടാതിരിക്കില്ല, ദൈവം പ്രവർത്തിക്കും. പറഞ്ഞു വന്നത്, ഇസഹാക്ക് പ്രാർത്ഥിച്ച് റിബേക്കയ്ക്ക് ഗർഭവതിയാകുന്നു. ജിൻസ്. ആ കുഞ്ഞുങ്ങൾ ഏശാവും യാക്കോവും ജനിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് ഇസ്രായേലിന്റെ രക്ഷയെക്കുറിച്ച് ചിന്തിച്ച പൗലോസിന് വെളിപ്പെട്ട് കിട്ടിയത്. അതിൽ നമുക്ക് പുതിയ നിയമസഭയ്ക്ക് വേണ്ടി റോമാലേഖനത്തിൽ ചേർത്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പറയാം. അവിടെ പറഞ്ഞത് 11-ാം വാക്യം, കുട്ടികൾ ജനിക്കുക ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുക ചെയ്യും മുമ്പേ തെരഞ്ഞെടുപ്പിൻ പ്രകാരം ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കേണ്ടി വരും എന്ന് ദൈവം നിർണയിച്ചു വെച്ചിരിക്കുക. ഗോഡ്സ് പർപ്പസ്. അപ്പോ ഈ വാക്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തത്വം ഞാൻ പറയാം. പൗലോസ് ഈ വാക്യം പുതിയ നിയമത്തിൽ റോമാലേഖനത്തിൽ രക്ഷയാലുള്ള നീതീകരണം പഠിപ്പിച്ച ഈ ലേഖനത്തിൽ കയറ്റി വെച്ചതിന്റെ കാരണം ഞാൻ പറയാം. ഇത് ഇസ്ഹാക്കിന്റെ പിള്ളേർക്ക് മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ നിർണയമുണ്ട്. അത് കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിനേക്കാൾ മുമ്പ്, ഗുണമോ ദോഷമോ പ്രവർത്തിക്കുന്നതിനേക്കാൾ മുമ്പ് ദൈവം നിർണയം എഴുതി. ഈ 2 മക്കളിൽ മൂത്തവൻ ഇളയവനെ സേവിക്കേണ്ടി വരും എന്ന് ദൈവം എഴുതി വെച്ചു. അത് ചോദ്യം ചെയ്യാൻ പറ്റിയല്ലെന്ന് നമുക്ക്, കാരണം ദൈവത്തിന്റെ ഉദ്ദേശമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ മക്കളെ കുറിച്ച് ദൈവത്തിന് നിർണയമുണ്ട്. നിങ്ങളെ കുറിച്ച് ദൈവത്തിന് നിർണയമുണ്ട്. നിർണയങ്ങൾ ഒരിക്കലും മാറിയല്ല, ആര് പറഞ്ഞാലും മാറിയല്ല. പ്രവചനങ്ങൾ മാറിപ്പോകും, വാഗ്ദത്തങ്ങൾ മാറിപ്പോകും. തെളിവ് ഞാൻ തരാം ബൈബിളിൽ നിന്ന്. നമ്മൾ വലിയ പ്രവചനം ആനയാന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചു വെച്ചിരിക്കുക. നിങ്ങളെ നിരാശപ്പെടുത്തുമല്ല, വിശ്വാസത്തിന്റെ പ്രസംഗം പ്രസംഗിക്കാന്നല്ലേ പറഞ്ഞത്. അതിനേക്കാൾ വലിയ സൂത്രമുണ്ട്, അത് നിങ്ങൾ അറിയണം. പ്രവചനം അല്ല ഏറ്റവും ടോപ്പ് മോസ്റ്റ്. പ്രവചനം നടക്കാതെ പോകാം, മാറിപ്പോകാം. ഏറ്റവും വലിയ തെളിവാൻ പറയാം. ഹിസ്കിയാ രാജാവിന്റെ അടുക്കൽ ചെന്ന് പ്രവാചകൻ ചെന്ന് പ്രവചിച്ചു. എന്ത് പ്രവചിച്ചു? നീ മരിച്ചു പോകും, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. വഴിപോക്കൻ വന്ന് പറഞ്ഞല്ല, ആ അന്നേക്കാലത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും സൂപ്പർ പ്രവാചകൻ പ്രവചിച്ചതാണ്. മരിച്ചു പോകും, ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. പ്രവാചകൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോ ഹിസ്കിയാവ് ചുമരിനോട് ചേർന്ന് കിടന്നിട്ട് തേങ്ങി തേങ്ങി കരഞ്ഞു. കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ മുമ്പാകെ, അതാ ഞാൻ പറഞ്ഞ പ്രാഗൽഭ്യം, ഞാൻ നിന്റെ മുമ്പാകെ പരമാർത്ഥ ഹൃദയത്തോടെ ജീവിച്ചത്, നിന്നെ പ്രസാദിപ്പിച്ചത്, നേരോടെ നടന്നത് ഓർക്കണേ എന്ന് പറഞ്ഞ മാത്രയിൽ പ്രവചനം പാളി. ശരിയാണോ ഞാൻ പറയുന്നത്? അന്നത്തെ കാലത്ത് ഈ പ്രശ്നമാണ് യോനയ്ക്ക് പറ്റിയത്. കാരണം യോനയ്ക്ക് അറിയായിരുന്നു, എന്തറിയായിരുന്നു? നമ്മൾ സൂപ്പർ പ്രവചനം പ്രവചിച്ചു കഴിഞ്ഞാൽ ഇവന്മാര് കരഞ്ഞാൽ പ്രവചനം പാളും, പിന്നെ ഞാൻ അവരുടെ ഇടയിൽ വെറും എന്തായി മാറും. സ്തോത്രം. അതുകൊണ്ടാ പുള്ളി പിടിച്ചു നിന്നത്. ദൈവത്തിന് അങ്ങനെ സ്വഭാവമുണ്ട്. ദൈവത്തെ സംബന്ധിച്ച് പ്രവാചകനല്ല വലുത്, കരയുന്ന മനുഷ്യനാ വലുത്. നമുക്ക് പ്രവാചകനായിരിക്കും ആനക്കാര്യം, പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് നമ്മുടെ ദൃഷ്ടിയിൽ, നമ്മുടെ കേംബ്രിഡ്ജ് ചർച്ചിൽ വന്ന് നമ്മളൊരു ഗസ്റ്റ് പ്രീച്ചറായിട്ട് വന്ന് പ്രവചിച്ചു, നിങ്ങളോട് 4 പേരോട് പ്രവചിച്ച പിന്നെ അദ്ദേഹം ദൈവത്തേക്ക് വലിയ ആളായി നമ്മളെ സംബന്ധിച്ച്. പിന്നെ നമ്മുടെ ഫോൺ നമ്പർ മേടിക്കലായി, നാട്ടിൽ ഒരു പുള്ളിയുടെ വീട്ടിൽ പോയി താമസിക്കലായി, ഓടിയിറച്ചിയും കൂട്ടി ചോറുണ്ണലായി, എന്തൊക്കെ പരിപാടിയാണ്. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് പ്രവാചകനല്ല വലുത്, പ്രവചനമല്ല വലുത്. പ്രവചനം കേട്ടിട്ട് കരയുന്നൊരു വിശ്വാസി ഉണ്ടെങ്കിൽ, വചനം കേട്ടിട്ട് ഞെട്ടുന്ന ഒരു ദൈവവൈദ്യനുണ്ടെങ്കിൽ, ദൈവത്തിന് വലിയത് പ്രസംഗികനേക്കാൾ പ്രവാചകനേക്കാൾ ആ കരയുന്നവനാ. യെശയ്യാവിനെ ദൈവം ഓർത്തയില്ല. യെശയ്യാവിന്റെ ഇമേജ് പോകുമല്ലോ, യെശയ്യാവിന്റെ പ്രവചനം ചീറ്റിയാൽ യെശയ്യാവിന് നാളെ യോഗം കിട്ടുന്നതില്ലല്ലോ എന്നൊന്നും ദൈവം നോക്കിയില്ല. യെശയ്യാവല്ല വലുത്, കരഞ്ഞ ഹിസ്കിയാവാ വലുത്. കരഞ്ഞു ഇരിക്കുന്നവനാ വലുത്. ഞാൻ വീണ്ടും തെളിവ് തരാം. അതോട് വീണ്ടും നിങ്ങളെ തെളിയിക്കാൻ വീണ്ടും പറയുന്നു, സംശയം കിടക്കാതിരിക്കാൻ വേണ്ടി. നിങ്ങൾക്കറിയാലോ പഴയ നിയമത്തിലെ ഹന്ന, ശൗമേൽ പ്രവചനത്തിലെ ഹന്നയെ നിങ്ങൾക്കറിയാലോ. ഹന്ന ദൈവാലയത്തിരുന്ന് കരയുക. പെരുന്നാളിനോ ഒക്കെ വന്നിട്ട് എല്ലാരും തിരിച്ച് വീട്ടിൽ പോയി, ഇവളകത്തിരുന്ന് കരയുക, ഹൃദയം പകരുക.
എന്റെ പ്രതിയോഗി എന്നെ കളിയാക്കുക, ഞാൻ ആത്മനൊമ്പരമുള്ളവളാ, കരയുക. അപ്പൊ ആ കരച്ചിലിൽ ദൈവത്തിന് മനസ്സിലായി ഇന്ന് ഹന്ന വീട്ടിൽ പോണമെങ്കിൽ ഒരു ദൂത് പറയാതെ പോകില്ല ഇവിടെ. നമ്മുടെ ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ മന്ത്രിസഭയൊക്കെ ആണെങ്കിൽ ഉപവാസമൊക്കെ എടുക്കുന്ന സമയത്ത്, ഉപവാസ സമരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ ഭയങ്കര ഇതായിരുന്നു. ഗവൺമെന്റ് ഇടപെടുന്നില്ല. ആര് പറഞ്ഞിരിക്കാൻ? പല കേസിനകത്ത് സംഭവിച്ചിരിക്കുന്നതാണ്. അവിടെ പത്രക്കാര് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ചുമ്മാ കയറി പോയിട്ട് പെട്രോൾ വില കൂടുതൽ പ്രശ്നമാണ്. ഇപ്പൊ അത് എന്തെങ്കിലും ആട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും നടന്നപ്പോഴുണ്ട് ഏതെങ്കിലും പാർട്ടിക്കാരൻ സെക്രട്ടറി തന്നെ മുമ്പിൽ കൊണ്ട് പന്തല് കെട്ടി ഒരു കട്ടിലിട്ടിട്ട് ഒരു മാല ഇട്ടുകൊണ്ട് അവിടെ കിടക്കും. ഉപവാസം എന്ന് പറഞ്ഞു. നമ്മളൊക്കെ 40 ഇരിക്കും, അവരൊക്കെ 1.5 ദിവസം കഴിയുമ്പോഴത്തേക്കും വാടും. 1.5, 2 അണികള് ബഹളം തുടങ്ങും. മന്ത്രി ചർച്ചയ്ക്ക് വന്നില്ല, പ്രശ്നം ഉണ്ടാക്കിയില്ല. മിടുക്കം മന്ത്രിസഭയാണെങ്കിൽ ചിലരോട് അങ്ങ് ഗ്യാസ് പോട്ടെ എന്ന് വിചാരിച്ചോടെ ഇരിക്കും. അപ്പൊ 4-5 ദിവസം കഴിയുമ്പോ ആള് ചാവുന്നേക്കെ ആകുമ്പോ പിന്നെ വന്നിട്ട് ഒരു ഡിമാൻഡിന് ചർച്ചയ്ക്ക് വെക്കും. അങ്ങനെയാണ് നടക്കുന്നത്. പക്ഷെ ദൈവം അങ്ങനെ അല്ല. ഹന്ന ഇന്ന് വീട്ടിൽ പോണെങ്കിൽ ദൂത് കേൾക്കാതെ പോകത്തില്ലെന്ന് ദൈവം അസ്വസ്ഥനായി. ദൈവത്തിന് ആരെ കൊണ്ടെങ്കിലും ദൂത് പറഞ്ഞേ പറ്റൂ. അപ്പൊ ദൈവം നോക്കിയപ്പോ യെശയ്യാവിനെ പോലെയോ യിരെമ്യാവിനെ പോലെയോ സ്തോത്രം ഉള്ള ഒരു പ്രവാചകനെ അന്ന് അവിടെ കിട്ടിയില്ല, കിട്ടാനില്ല. നോക്കിയപ്പോ ഏലിയെ കിട്ടുന്നുള്ളൂ ദൈവത്തിന്. ഏലി എന്ന് പറഞ്ഞ അന്നത്തെ സമയത്ത് കണ്ണും പൊട്ടി വിളക്കം കത്തിക്കാതെ പിള്ളേരെ മര്യാദയ്ക്ക് വളർത്താതെ, വചനം അറിയാവുന്നവർക്കറിയാം, ന്യായപ്രമാണം വായിച്ച് കേൾപ്പിക്കാതെ ആകപ്പാടെ അടിസ്ഥാനം മറച്ചിട്ട ഒരു വയസ്സനാണെന്നാലും പുരോഹിതനാണെങ്കിലും പുള്ളിയെ ദൈവം തമ്പുരാൻ കഴുത്തൊടിച്ച് കൊല്ലാൻ വേണ്ടി വെച്ചിരിക്കുക, വിധി വന്നിരിക്കുക. ആ സമയത്ത് ഹന്നെ ദൂത് കേൾക്കാതെ പോവുകയല്ല. ദൈവം എന്ത് ചെയ്യും? ദൈവം പെട്ടെന്ന് വേണം പറയാൻ. ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ഹന്നയെ ഓർത്തപ്പോൾ ഏലിയെ പറഞ്ഞ് അടുത്തു വിട്ടു. ഏലിയെ ദൈവം അന്നേരം ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമല്ല ഏലി. കാരണം ദൈവത്തിന്റെ പദ്ധതി എന്ന് ഏലി തള്ളപ്പെട്ടവനാ. പക്ഷെ ഇവിടെ ഈ ഇരിക്കുന്നവൾ എഴുന്നേറ്റ് പോകണമെങ്കിൽ, ഇവക്ക് മറുപടി കിട്ടണമെങ്കിൽ ആരെങ്കിലും കിട്ടിയേ പറ്റൂ. അപ്പൊ ഏലി ചെന്നു. അത് ചെന്ന വഴി അദ്ദേഹം പറഞ്ഞു കണ്ടു വീഞ്ഞടിച്ചിട്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും അവള് കരഞ്ഞു. പെട്ടെന്ന് ദൈവം പറയാൻ കൂടുതൽ പറയാനൊന്നും നിർത്തിയില്ല. പെട്ടെന്ന് ആ മനുഷ്യന്റെ വായിന്ന് ദൈവത്തിന്റെ ദൂത് വന്നു. ദൂത് ഇതാണ്: അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നീ ഒരു സന്തതിയെ ചേർത്തുകൊള്ളും എന്നൊരു ദൂത് പറഞ്ഞ മാത്രയിൽ സംഭവം നടന്നു. ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഏലി വലിയ പ്രവാചകനായെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നാളെ മുതൽ ഏലി വിസിറ്റിംഗ് കാർഡ് അടിച്ച് വയസ്സൻ പ്രവാചകനാണെന്ന് പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഒന്നും. കാരണം അന്നേരത്തെ സമയത്ത് ദൈവത്തിന് ഉപയോഗിക്കുന്ന ആടേ കിട്ടുള്ളൂ. കാരണം എന്താ? ഈ ദൂത് പറയുന്നവനേക്കാൾ ദൈവത്തിന് വിലപ്പെട്ടത് കേൾക്കാനിരിക്കുന്നവരാ. ഞാൻ ഈ സൂമിന് വന്നു, എന്റെ ഗുണം കൊണ്ടൊന്നും ആയിരിക്കില്ല. അവിടെ ഇരിക്കുന്നവർ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ഒരുക്കത്തിലും പ്രാർത്ഥനയില്ല. ദൈവമേ, ഈ പ്രാർത്ഥനയും ഞങ്ങളോട് ഇടപെടണമേ, ഈ പ്രാർത്ഥനയും ഞങ്ങൾക്ക് വേണ്ട കരുതി തരണം. ഇതുകൊണ്ടാ ദൈവം പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഒരുക്കത്തിലാണെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയില്ല. നമ്മൾ ഒരുക്കത്തിലാണെങ്കിൽ ദൈവത്തിന് കാണാതിരിക്കാൻ കഴിയില്ല. അപ്പോ സ്തോത്രം, പ്രവചനങ്ങൾക്ക് ചില മാറ്റം വരാം. വാഗ്ദത്തങ്ങളോ അതിങ്ങനെ ചില്ലിട്ട് ഭിത്തിയിൽ എഴുതി വെച്ചോണ്ടൊന്നും കഥ പൂർണ്ണതയാവത്തില്ല കേട്ടോ. അതിനും ഇതിന് ഗ്യാരണ്ടി ഇല്ല. കാരണം ഞാൻ പറയാം, ഈ ശൗലിനെ രാജാവാക്കിയപ്പോഴേ, ഇന്ന് സംശയം ഉണ്ടെങ്കിൽ കുറിച്ച് പിന്നെ ഇരുന്ന് വായിച്ചാൽ മതി. ശൗലിനെ രാജാവാക്കിയപ്പോഴേ ദൈവം ശൗലിനോട് പറഞ്ഞു, നിന്റെ രാജ്യത്വം എന്നേക്കും നിലനിൽക്കും എന്ന് പറഞ്ഞ നീ കഴിയുമ്പോൾ ആ വാക്കിന്റെ അർത്ഥം നിന്റെ സന്തതിക്കൊക്കെ കിട്ടുമെന്നായി പറഞ്ഞത്. വേണ്ട, ഇനി അത് ഇച്ചിരി കട്ടിയാ. മോശയോട് ദൈവം എന്താ പറഞ്ഞത്? നീ ഈ ജനത്തെയും കൊണ്ട് കനാനി പോകണം, അവിടെ ചെന്ന് പാർക്കണം എന്ന് പറഞ്ഞു. അഹരോനോട് എന്താ പറഞ്ഞത്? ഭയങ്കര വാഗ്ദത്തമായിരുന്നു. പക്ഷേ ദൈവം വാക്ക് മാറിയോ? കനാന്റെ ഇപ്പുറ പിസ്ഗയുടെ താഴെ വന്നപ്പോൾ പറഞ്ഞു, മോശ കനാനി പോകണ്ട, നാളെ പർവ്വതത്തിലേക്ക് വരാൻ പറഞ്ഞു. ഇറങ്ങിയപ്പോ എന്താ പറഞ്ഞേ? നീ ഈ ജനത്തെ കൊണ്ട് കനാനി ചെല്ലണം, അവിടെ ചെന്ന് ഇവരെ സെറ്റപ്പ് ആക്കണം. യോശുവോട് അഹരോനോട് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് വാഗ്ദത്തം ദൈവം കൊടുത്തില്ല. അങ്ങനെ എത്രയോ പേർക്ക് കൊടുക്കാതെ വിട്ടിട്ടുണ്ട് ദൈവം വാഗ്ദത്തം. വേണമെങ്കിൽ പാസ്റ്റർ നമ്പറിലേക്ക് വാട്സാപ്പ് അയച്ചേക്കാം. ദൈവം പറഞ്ഞിട്ട് വാക്ക് മാറിക്കളഞ്ഞത്.
പക്ഷെ അതൊക്കെ നമ്മളുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ നേരെ അല്ലേ, ദൈവം വാക്ക് മാറും. കണ്ണടച്ച് ചാക്കിക്കൊണ്ട് കൊടുക്കുന്നവനല്ല ദൈവം. നമ്മൾ ഓക്കെ ആണോ? ആണെങ്കിൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. നമ്മള് വഴി മാറി നടന്നാൽ ദൈവം വാഗ്ദത്തങ്ങളെ മാറ്റിക്കളയും. എത്തിക്കാന്ന് പറഞ്ഞിടത്ത് എത്തിക്കത്തില്ല. അതാ ദൈവം. ഞാൻ തിരിച്ചു വരുന്നു. നിർണയം എന്ന് പറയുന്ന ഒന്നുണ്ട്, അത് ദൈവം മാറ്റില്ല. അതവിടെ എഴുതിയിരിക്കുന്നത് യെശയ്യാ പ്രവചനത്തിലേക്ക് വരിക, 14-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിനകത്ത് ഒന്ന് നോക്കി തിരിച്ചു വരാം. സ്തോത്രം. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവൻ ആര്? അവന്റെ കൈ നീട്ടിയിരിക്കുന്നത് മടക്കുന്നവൻ ആര്? ഒരു കാര്യം ദൈവം നിർണയിച്ച അത് ദുർബലമാക്കാൻ, അതിനെ ലാപ്സാക്കാൻ, ഇല്ലാതാക്കാൻ പറ്റില്ല. നിർണയങ്ങൾ ആ സമയമാകുമ്പോൾ ദൈവം നിർണയം നിറവേറാനുള്ള വഴികൾ ഒരുക്കും. യെഹെസ്കേൽ പ്രവചനത്തിൽ പറയുന്നുണ്ട്, മരിച്ചുപോയ ഇയ്യോബോ ദാനിയേലോ പോലും വന്ന് പറഞ്ഞാൽ ദൈവം മാറിയല്ല. നിർണയം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിലെല്ലാം ദൈവം പ്രധാനമായിട്ടിരിക്കുന്ന ദൈവത്തിന്റെ പർപ്പസ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇന്ന് ഇപ്പൊ ഫാസ്റ്റിംഗ് ആണല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഫാസ്റ്റിംഗ് കഴിയുമ്പോൾ കഞ്ഞിയും പയറും കഴിക്കണോ അതോ കപ്പയും മീനും കഴിക്കണോ, അതിനൊന്നും നിർണയമല്ല. അത് ഫ്രീ വില്ലിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് സെലക്ട് ചെയ്യാം. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വേണം, ഇഡലി വേണോ അപ്പം വേണോ എന്നുണ്ടെങ്കിൽ നിർണയമൊന്നുമില്ല. അത് നമ്മുടെ ഫ്രീ വില്ലിൽ നമ്മൾ തിരഞ്ഞെടുക്കും. നമ്മൾ തുണിക്കടയിൽ പോകുമ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന തുണി ഏതാന്നുള്ളത് നിയമമുണ്ട്, നമുക്ക് വ്യവസ്ഥ തന്നിട്ടുണ്ട്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, ഉപയോഗിക്കാൻ പാടില്ലാത്ത, അത് നമ്മുടെ ഫ്രീ വില്ലിൽ നമ്മൾ തേണം. നിർണയം എന്ന് പറഞ്ഞാൽ അതിനകത്തൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്ന കാര്യം. പരിശുദ്ധാത്മാവ് വളച്ചു കിട്ടുവല്ല, കർത്താവ് കാര്യം പറയുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പ്രവചനങ്ങളെക്കാൾ പ്രാധാന്യം നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നിർണയങ്ങൾക്കായി, അല്ലെങ്കിൽ 3-4 വാഗ്ദത്തങ്ങളെക്കാൾ പ്രാധാന്യം ദൈവം ഈ പ്രവാചകന്മാരോ ഞങ്ങളെപ്പോലത്തെ ഉപദേശിമാരോ നിങ്ങളുടെ അടുക്കൽ വന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ, പ്രവചിക്കുന്നതിനേക്കാൾ മുമ്പ് ദൈവം തമ്പുരാൻ നിർണയിച്ചു വെച്ചിരിക്കുന്ന പല നിർണയങ്ങളും 2021 6-ാം മാസം മുതൽ സംഭവിച്ചേ പറ്റൂ എന്ന് ദൈവം നിർണയിച്ച വിഷയങ്ങൾ, അത് ദൈവം തമ്പുരാൻ തടസ്സം നിൽക്കുന്നത് എത്ര വൻകട ശക്തിയാണെങ്കിലും ആ തടസ്സങ്ങളെ തള്ളി മാറ്റി സ്വർഗത്തിലെ ദൈവത്തിന്റെ നിർണയങ്ങൾ നിറവേറുന്ന വർഷമായി ഈ വർഷത്തിന്റെ ബാക്കി 6 മാസത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ ഏറ്റെടുത്തോ. നിർണയങ്ങൾ അത് ദുർബലമാക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങളെക്കുറിച്ചുള്ള നിർണയങ്ങൾ ഇതുവരെ ദുർബലമായിട്ടില്ല. ദുർബലമാകാത്ത ചില നിർണയങ്ങൾ ഈ വർഷം ദൈവം ബാക്കി കിടക്കുന്ന കാലത്ത് ഈ സൂമിലിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി നിറവേറ്റി തരും. നിർണയങ്ങൾ നിറവേറ്റുന്ന ദൈവം. സ്തോത്രം. നിർണയങ്ങൾ. അപ്പൊ യോഹന്നാനെ കുറിച്ച് പരിശുദ്ധ ദൈവത്തിന് നിർണയം ഉണ്ടായി, പത്രോസിനെ കുറിച്ച് നിർണയം. ആ നിർണയങ്ങളെ ചോദ്യം ചെയ്യാനും ആർക്കും ആവാതെ, കമ്മിറ്റി കൂടിയോ അല്ലെങ്കിൽ സ്തോത്രം ജനറൽ ബോഡി കൂടിയോ ഒന്നും തിരുത്താൻ പറ്റുന്നതല്ല നിർണയം. നമ്മുടെ പ്രോഗ്രാമിനെ നമ്മൾ 4 പേര് കൂടിയോ ഭേദഗതി വരുത്താം, പക്ഷെ ദൈവം വെച്ച നിർണയങ്ങളെ മാറ്റാൻ ഞാൻ പാസ്റ്റർ ആകണം എന്നുള്ള ദൈവത്തിന്റെ നിർണയമായിരുന്നു. ഞാൻ 2-3 കൊല്ലം ദൈവമായിട്ട് കൊമ്പ് ഓർത്തു, പക്ഷെ ഞാൻ തോറ്റു. നമ്മൾ തോക്കുള്ളൂ, കാരണം അത് നിർണയമാണ്. ഞാൻ ഈ വേറെ എന്തെല്ലാം പഠിച്ചാലും, എന്തെല്ലാം ആഗ്രഹിച്ചാലും, എന്തൊക്കെ ചെയ്താലും നിർണയങ്ങൾ നടന്നേ പറ്റൂ. കുട്ടികൾ ജനിക്കുകയോ ഒരു ഗുണമോ ദോഷമോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ദൈവ നിശ്ചയപ്രകാരമുള്ള നിർണയം അത് നടന്നേ പറ്റൂ. അതിപ്പോ യാക്കോബ് ഉപായി ആണോ ചതിയനാണോ ഇതൊന്നും വിഷയമല്ല. ദൈവം തമ്പുരാൻ എഴുതി വെച്ചു, മൂത്തവൻ ഇളയവനെ സേവിച്ചേ പറ്റൂ. അങ്ങനെ വന്നപ്പോ സമയമായപ്പോഴത്തേക്കും ഇങ്ങേര് പയറുപായസം ഉണ്ടാക്കി അങ്ങേര് അത് മേടിക്കാൻ, അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിച്ച കാര്യങ്ങൾ. നിർണയം കണ്ട് നടക്കും. അങ്ങനെ ദൈവം അദ്ദേഹത്തെ പദ്ധതിയിലേക്ക് കൊണ്ടുവന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ കുറച്ചുകൂടെ മുമ്പോട്ട് വന്നിട്ട് ഞാൻ ഇന്ന് അവസാനിപ്പിക്കാം. നാളെ ദൈവം അനുവദിച്ചാൽ വായിച്ച കുറിവാക്യത്തിനകത്ത് നിന്നുകൊണ്ട് നാളെ നമുക്ക് സംസാരിക്കാം. സ്തോത്രം. ഇപ്പോൾ ഈ വഴിക്കൂടെ ദൈവമായ കർത്താവ് നമ്മളെ കൊണ്ടുവന്ന അത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു എന്നേ ഉള്ളൂ. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, നിർണയങ്ങൾ യോഹന്നാനെ കുറിച്ചും ഉണ്ടായിരുന്നു.
യോഹന്നാൻ വയോധികനായി മരിക്കും. പക്ഷേ നിർണയം ഉണ്ടെങ്കിലും പിശാച് എതിരാളി വിടുമെന്ന് വിചാരിക്കരുത്. സാത്താൻ പോരാടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നിർണയം ഉണ്ടല്ലോ, ഇനിയിപ്പോ നമുക്ക് പുതപ്പ് പൊതിച്ച് കിടന്നുറങ്ങിയാലും കുഴപ്പമില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പിശാച് പോരാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് യോഹന്നാൻ രക്തസാക്ഷിയാകണമെന്നല്ലായിരുന്നു ദൈവത്തിന്റെ നിർണയം. എങ്കിലും മറ്റ് 10 അപ്പോസ്തലന്മാർക്കും കിട്ടിയതിനേക്കാൾ അതിഘോരമായ ഒരു രക്തസാക്ഷിത്വം ഈ യോഹന്നാന് കിട്ടണം എന്നുള്ള നിലവാരത്തിൽ സാത്താൻ റോമൻ ഭരണകൂടത്തെയും ചക്രവർത്തിയെയും ഉപയോഗിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. ചരിത്രം ഇതാണ്: യോഹന്നാനെ മറ്റാരെയും വധിച്ചതിനേക്കാൾ തികച്ചും വിചിത്രവും വ്യത്യസ്തമായ രീതിയിൽ വധിക്കാൻ വേണ്ടി എഫേസോസിലെ ശുശ്രൂഷകനായിരിക്കുന്ന സമയത്ത് യോഹന്നാനെ പിടിച്ചു. അറസ്റ്റ് വരിക്കപ്പെട്ട യോഹന്നാനെ കുറിച്ച് ചക്രവർത്തി വിധിച്ചത് ഇങ്ങനെയാണ്: തിളച്ച എണ്ണയ്ക്കകത്തിട്ട് കൊല്ലണം. ബൈബിളിനകത്ത് അതില്ല, പക്ഷെ ചരിത്രരേഖകൾ വളരെ വിശ്വസനീയമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാതാക്കളിൽ പലരും റിസർച്ച് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. സ്തോത്രം. ആ ഭാഗം ഞാൻ പറയുന്നത് തിളച്ച എണ്ണയ്ക്കകത്തിട്ട് കൊല്ലണം. വളരെ സാഡിസ്റ്റായ ആളുകൾ, മറ്റൊരുത്തന്റെ വേദനയിൽ ആനന്ദം കൊള്ളുന്ന ആളുകൾ റോമൻ ചക്രവർത്തി അങ്ങനെ എണ്ണയ്ക്കകത്തിട്ട് കൊല്ലാൻ വേണ്ടി സ്തോത്രം പ്ലാൻ ചെയ്തു. യോഹന്നാനെ കൊണ്ടുവന്നു. വലിയ സമൂഹത്തിന്റെ മധ്യത്തിൽ വെച്ചാണ് വിധി നടപ്പാക്കുന്നത്. ആളുകൾ ഒന്നിച്ചുകൂടി. ചക്രവർത്തി വന്നിരുന്നു. എല്ലാരെയും സാക്ഷി നിർത്തി. എണ്ണപ്പാത്രം തയ്യാറായി. അതിനകത്ത് യോഹന്നാനെ പിടിച്ചിട്ടു. എണ്ണപ്പാത്രത്തിന് അടപ്പ് കൊണ്ട് മൂടി അടിയിൽ തീ കൊടുത്തു. എണ്ണ തിളയ്ക്കാൻ തുടങ്ങി. യോഹന്നാൻ അകത്ത് കിടന്ന് നല്ല പപ്പടം പൊള്ളിക്കാൻ വേണ്ടി എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ പൊള്ളി പൊങ്ങുന്നത് പോലെ പൊങ്ങുന്നത് കാണാൻ വേണ്ടി ചക്രവർത്തി ആരാച്ചാരോട് പറഞ്ഞെന്നാ പറയുന്നത്, ആ പാത്രത്തിന്റെ അടപ്പ് മാറ്റ്, ഞാൻ അവൻ മരിക്കുന്നത് കാണട്ടെ. എണ്ണ തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ ചക്രവർത്തിക്ക് വേണ്ടി പാത്രത്തിന്റെ അടപ്പ് മാറ്റിയപ്പോൾ ചക്രവർത്തിയെയും സദസ്സിനെയും ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടതെന്ന് നിങ്ങളും കേട്ട് കാണും. യോഹന്നാൻ തിളച്ച എണ്ണയ്ക്കകത്ത് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് കണ്ടത്. സത്യമായിരിക്കാം, കാരണം ബൈബിളിൽ അങ്ങനെ ഒരു വാക്യമില്ല. പക്ഷെ യോഹന്നാനെ കുറിച്ചുള്ള പശ്ചാത്തലം അതാണ്. അങ്ങനെയാണെങ്കിൽ 2 കാര്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഇപ്പോൾ അവസാനിപ്പിക്കാം. ഒന്ന്, തിളച്ച എണ്ണയ്ക്കകത്തിട്ടാലും അതിനകത്ത് നിന്റെ ഒരു തലമുടിക്ക് പോലും കരിവേക്കാതെ, ഒരു ചെറിയ ചൂടുവെള്ളം വീണാൽ പോലും നമ്മുടെ ശരീരം കോമളയ്ക്കത്തില്ലേ, അതുപോലെ ഒരു ചെറിയ ഞൊണല് പോലും വരാതെ തിളച്ച എണ്ണയ്ക്കകത്ത് ഒരു ക്ലൈമറ്റ് ഉണ്ടാക്കി തരാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ സാഹചര്യങ്ങളെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? സാഹചര്യങ്ങൾക്കകത്ത് നിന്നെ നിൽക്കാൻ, ആ എണ്ണയ്ക്കകത്ത് നിന്നെ നിർത്താൻ ദൈവത്തിന് കഴിയുമെങ്കിൽ അതിനൊരു സ്തോത്രം പറഞ്ഞാൽ പോരെ. അതല്ലേ അത്ഭുതം, അതല്ലേ അത്ഭുതം. എനിക്കിങ്ങനെ പറ്റിയല്ലോ, എന്നെ ഈ വീട്ടിൽ കൊണ്ട് കെട്ടിച്ചല്ലോ, എന്റെ കൊച്ചിനെ കൊണ്ട് അവിടെ ആക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മള് ദൈവത്തിന് ശക്തിയെ കുറയ്ക്കാതെ, എണ്ണപ്പാത്രത്തിനകത്താ നിന്റെ മോള് വീണത്, ശരിയാണ്. തിളച്ച എണ്ണയ്ക്കകത്തേക്കാ നിന്നെ കൊണ്ടിട്ടത്, കല്യാണം കഴിച്ചു വിട്ടത്. ഞാൻ ഇച്ചിരി ഇമാജിനേഷൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരിക. നിങ്ങൾ വന്ന് വീണത് അവിടേക്ക്. നിങ്ങൾ ജോലിക്ക് കയറുത്, വേറെ ആർക്കും ഇല്ല. നിങ്ങൾ പറഞ്ഞത്, എന്റെ ദൈവമേ സ്തോത്രം, എന്റെ ഓഫീസിൽ ഒരു ബോസ് ഉണ്ട്, സീനിയർ ഉണ്ട്, അയാൾ എങ്ങനെയെങ്കിലും സ്തോത്രം തീരാൻ വേണ്ടി നമ്മൾ ഉപവാസം എടുക്കുക. ഇനി അത് ഉപവാസം എടുക്കരുത്. ഞാൻ പറയുന്നത് കേട്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. കാരണം അയാളൊരു എണ്ണപ്പാത്രത്തിനകത്ത് നിങ്ങളെ പിടിച്ചിട്ട് പോലെ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എത്ര നിങ്ങളെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കാനും നിങ്ങളെ എത്ര ഹരാസ് ചെയ്യാനും നോക്കിയാൽ, ആ തിളച്ച എണ്ണയ്ക്കകത്ത് ഞാൻ ആ കൃപയുടെ കാര്യം പറഞ്ഞതുപോലെ പ്രത്യേക ഒരു ക്ലൈമറ്റ് നിങ്ങൾക്ക് യാതൊന്നും ഏശുന്നില്ല, നിങ്ങൾക്ക് ഭാരം വരുന്നില്ല, നിങ്ങളുടെ മനസ്സ് ഫ്രീ ആണ്. എണ്ണപ്പാത്രത്തിനകത്ത് നിന്നെ കരുതാൻ, തിളയ്ക്കുന്ന എണ്ണ ചെമ്പിനകത്ത് നിന്നെ കരുതാൻ കഴിയുന്ന ഒരു ദൈവമാണെങ്കിൽ അതിനകത്ത് നിനക്ക് സ്തോത്രം പറഞ്ഞു നിന്നാൽ അതൊരു സാക്ഷ്യമായി മാറില്ലേ? ഏതാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, എല്ലാ പരിശോധനയ്ക്കും ഒരു എക്സ്പയറി ഉണ്ട്. എല്ലാ കാലവും എണ്ണപ്പാത്രത്തിൽ കിടക്കേണ്ടി വരികയില്ല. ദൈവം പിടിച്ചു നിൽക്കാമെങ്കിൽ ഇതിനകത്തുനിന്ന് അത്ഭുതകരമായ ഒരു പുറത്തുവരത്തിലുണ്ട്. ദൈവം പരാതി പറയരുത്, പരിഭവം പറയരുത്. എണ്ണപ്പാത്രത്തിൽ കിടന്നുകൊണ്ട് ഇവരെയൊക്കെ നിങ്ങൾ പഠിക്കണം. ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു. സിംഹക്കുഴിയിൽ നിന്ന് രാവിലെ വന്ന് രാജാവ് വിളിച്ചപ്പോഴത്തേക്കും അങ്ങ് ചീത്ത വിളിച്ച്, നമ്മുടെ മലയാളി രീതി പറയാൻ വിളിച്ചിട്ട്, നിന്റെ തല തട്ടിപ്പോടാ, നിന്റെ പിള്ളേർക്ക് ഗുണം വരികയല്ലടാ, നിന്നെ സിംഹം തിന്നൂടാ എന്നും പറഞ്ഞ് പറയാനുള്ള ന്യായമായും ഒരു മലയാളി ആയിരുന്നെങ്കിൽ
രാവിലെ രാജാവ് വന്ന് വിളിച്ചപ്പോ പറയാനുള്ള ന്യായം ദാനിയേലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു, ഇല്ലേ? ദാനിയേൽ മലയാളി ആയിരുന്നെങ്കിൽ രാവിലെ വന്നേനെ. നീ ഇപ്പൊ സ്നേഹിച്ച് വിളിക്കാൻ വന്നിരിക്കുന്നു, നീ അനുഭവിക്കൂടാ എന്ന് പറയാനുള്ള വകുപ്പെങ്കിലും ഉണ്ടായേനെ. പക്ഷെ ആ പുള്ളി എത്ര ഡീസന്റ് ആയിട്ടാ പറഞ്ഞു. പുള്ളി രാജാവ് ദീർഘായുസോടെ ഇരിക്കട്ടെ, എനിക്കൊരു കുഴപ്പം പറ്റും. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു കാലം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക. കാരണം എന്താ, എനിക്ക് അങ്ങ് രാത്രി എന്നെ സുഖക്കൂടി ഇന്നലെ ഞാൻ ശരിക്കും എന്റെ ക്വാർട്ടേഴ്സിൽ കിടന്ന് ഉറങ്ങേണ്ടതാണ്. അവിടെ പറ്റില്ല, എന്നെ സുഖക്കൂട്ടി കിടന്നുറങ്ങി. ഒരു രാത്രി ഉറങ്ങേണ്ടി വന്നു. പക്ഷേ ജീവിതകാലം മുഴുവൻ സുഖക്കൂട്ടി കിടക്കേണ്ടി വരികയല്ല. ദൈവം വിശ്വസ്തന, പുറത്തു വരാൻ പറ്റും. ജീവിതകാലം മുഴുവൻ തിളച്ച എണ്ണക്കകത്ത് കിടക്കേണ്ടി വരില്ല. ദൈവം വിശ്വസ്തന, പുറത്തു കൊണ്ടുവരും. ജീവിതകാലം മുഴുവൻ പത്മോസിൽ കിടന്ന് തീരേണ്ടി വരില്ല, പുറത്തു കൊണ്ടുവരും. ഇന്ന് ഇവിടെ വെച്ച് ഫുൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ബാക്കിയെല്ലാം നമുക്ക് നാളെ വിസ്തരിക്കാം. എണ്ണപ്പാത്രത്തിൽ യോഹന്നാനെ സ്തോത്രം ഇന്ന് ആക്കിയിട്ട് നമുക്ക് നാളെ സ്തോത്രം ബാക്കി ചിന്തിക്കാം. ഇപ്പൊ ഇവിടെ നിർത്താം. കേട്ടെ, ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഇന്ന് ആദ്യത്തെ ദിവസം അവസാനിപ്പിക്കുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു ശോധനയും നീണ്ടവയല്ല. സംയമനം, കൃപ, ഇതെല്ലാം നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ ദൈവമായ കർത്താവ് അധികം താമസിയാണ് ഇപ്പോൾ കിടക്കുന്ന പരിസ്ഥിതിക്കകത്ത് നമ്മുടെ മാറ്റും. തീച്ചുളക്കകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരും. 13 കൊല്ലം ദാവീദ് കാട്ടി കിടക്കേണ്ടി വന്നു. പക്ഷെ സിംഹാസനത്തിൽ കൊണ്ടുവന്നല്ലോ. കുറച്ച് ദിവസം, കുറച്ച് മണിക്കൂർ യോസേഫിന് പൊട്ടക്കിണറി കിടക്കേണ്ടി വന്നു. എല്ലാ കാലം കിടക്കേണ്ടി വന്നല്ലോ, പൊക്കിയെടുത്തല്ലോ. കുറച്ചു നാളൊരു വിൽപ്പന ചരക്കായി യോസേഫ് ഒരു അടിമയെ പോലെ കച്ചവടക്കാരുടെ കയ്യിൽ ഇരിക്കേണ്ടി വന്നു. പൊത്തിഫേറിന്റെ വീട്ടിൽ എത്തിയല്ലോ. അവിടെ എത്തിയപ്പോൾ സ്വത്രം ഒരു കുറ്റവാളിയെ പോലെ ജയിലിൽ കിടക്കേണ്ടി വന്നു. കുറച്ചാൾ പുറത്തു കൊണ്ടുവന്നല്ലോ. ദൈവത്തിന്റെ പക്ഷത്ത് നിന്ന് ആർക്കാ വിടുതൽ കിട്ടാത്തയുള്ളേ? ദൈവത്തിന്റെ പക്ഷത്ത് നിന്ന് ആർക്കാ വിടുതൽ കിട്ടാത്തയുള്ളേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വിഷയത്തിന് വിടുതലില്ലേ? ഒരു എക്സ്പയറി ഇല്ലേ? സഭ ഈ പ്രാവശ്യം വെച്ചിരിക്കുന്ന ഉപവാസ പ്രാർത്ഥന ഒരു സാധാരണ പ്രാർത്ഥനയല്ല. ഇത് വെറുതെ ദിവസങ്ങൾ എണ്ണി തീർക്കുന്നതല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന 1-2 കാര്യങ്ങൾ. 1, പരിശുദ്ധാത്മ സാന്നിധ്യം ശക്തമായിട്ട് വർദ്ധിക്കും. 2, വിശ്വാസം വർദ്ധിക്കും. 3, വീര്യപ്രവർത്തികൾ നടക്കും. 4, നിർണയങ്ങൾ നിറവേറ്റപ്പെടും. സ്തോത്രം. 5, സാഹചര്യങ്ങൾക്ക് മാറ്റം വരും. 6, വിടുതലില്ലെന്ന് പറഞ്ഞ വിഷയങ്ങൾക്ക് വിടുതലുണ്ടാകും. ഇന്നത്തെ സന്ദേശത്തിന് 6 കാര്യങ്ങൾ ഞാനല്ല, ദൈവം ഗ്യാരണ്ടി തരും. ഈ 6 കാര്യങ്ങൾ കുറിച്ചു വെച്ചിട്ട് അവനവന് വേണ്ടത് കൈവച്ച് പ്രാർത്ഥിച്ച്, ഭാര്യയും ഭർത്താവും കൂടി രാത്രി ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ് കൈവച്ച് പ്രാർത്ഥിച്ച് ദൂതേറ്റെടുത്തോളണം. ഈ 6 കാര്യങ്ങൾ ദൈവാത്മാവ് ഇടപെട്ട കാര്യങ്ങൾ മാറ്റം വരുത്തും. ബാക്കി നമുക്ക് നാളെ ചിന്തിക്കാം. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ചോട്ടെ, കണ്ണടയ്ക്കാം. ഒരു വാക്ക് പ്രാർത്ഥിച്ച് പാസ്റ്റർക്ക് ഞാൻ ടൈം ഓവർ ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സ്നേഹിക്കുന്ന കർത്താവിന്റെ കയ്യിലേക്ക് സഭയെയും ദൈവദാസന്മാരെയും ഞങ്ങളെല്ലാവരെയും മഹോന്നതനായ ദൈവപുത്ര, അവിടുത്തെ കടാക്ഷവും കരുണയും അയച്ച് മാനിച്ചേക്കണമേ. ഈ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി നിറവേറണമേ. പല വീടുകളിലും ഈ സഭയ്ക്കകത്ത് വീരപ്രവൃത്തി കൊണ്ടേ പരിഹരിക്കപ്പെടുകയുള്ളൂ. ദൈവം അത് ചെയ്യണമേ. വിശ്വാസം വർദ്ധിപ്പിച്ചും ആത്മനിറവ് കൊടുത്തും പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ കൃപ കൊടുക്കണമേ. നിർണയങ്ങൾ നിറവേറണമേ. ചില വിഷയങ്ങളുടെ എക്സ്പയറി ആണ് ഈ 7 ദിവസം. അതുകൊണ്ട് അതിന്റെ കാലാവധി തീരുക. ശത്രുവിന്റെ, പിശാചിന്റെ, തന്ത്രത്തിന്റെ, പോരാട്ടത്തിന്റെ, ചില രോഗത്തിന്റെ, ചില നിരാശയുടെ കാലാവധി തീരുക. ദൈവം അത് ചെയ്യട്ടെ. സ്വർഗം അങ്ങനെ ചെയ്യും. ദൈവം പ്രവർത്തിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.